മാത്രമല്ല, എപ്പോഴും വേദപുസ്തകം കൈകാര്യം ചെയ്യുന്നവർ വേണം ഇത് വായിച്ചു തരാൻ. വല്ലപ്പോഴും വായിക്കുന്നവരെ കൊണ്ട് വായിപ്പിച്ചാൽ അവരും കോഴി, ഞാനും കോഴി. ഇതെന്നും വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ വായിച്ചു തന്നാൽ നന്നായിരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ സമാപന യോഗമാണ്. അത് ഇങ്ങനെ ഈ പുറത്ത് യോഗമായിട്ട് നടത്തി ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടുവാൻ സാവകാശം ദൈവം നൽകി. ആദരണീയ കർത്തൃദാസന്മാർ, ഇന്ന് രാത്രിയിലെ അധ്യക്ഷൻ പാപ്പചാനല്ലയോ, ഇവിടെ പ്രാർത്ഥനയിൽ സഹായിച്ച ആദരണീയ കർത്തൃദാസന്മാർ, ന്യൂ ഇന്ത്യ സഭ അടക്കമുള്ളതായ എല്ലാ സഭകളിലെ ശുശ്രൂഷകർ, ദൈവമക്കൾ, സഭാവ്യത്യാസം കൂടാതെ ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, ഇപ്പോൾ ഈ ശുശ്രൂഷ ദൂരത്തിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ പകർത്തുന്ന ചുമതലപ്പെട്ടവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ ശുശ്രൂഷയെപ്പറ്റി ബഹുമാനപ്പെട്ട രാജാന് വിളിച്ചോർപ്പിച്ചു, ഓർത്ത് പ്രാർത്ഥിപ്പാനും കൃപ നൽകി. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സാക്ഷിപ്പാൻ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇത് വലിയ പദവിയായിട്ടും കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ അറിവനുസരിച്ച്, പൊതുവിൽ പ്രസ്താവിച്ചത് അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങളായി ദിവസങ്ങൾ ഇവിടെ നടന്നത്. ഞാനവിടെ വന്നപ്പോൾ എൻ്റെ ആഴ്ച പറഞ്ഞു, ഇനി കൺവെൻഷൻ നടത്തുന്നില്ല, ഉപവാസ പ്രാർത്ഥനയുള്ളെന്ന് പറഞ്ഞു. അതുപോലെ അനുഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ പൊതുയോഗമായിട്ട് ക്രമീകരിച്ചല്ലോ. എന്നാലും ഇത് ഉപവാസ പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. തന്നെയല്ല, കൂടിയിരിക്കുന്നതും എല്ലാം ദൈവമക്കളാണ്. ഈ ദേശത്തും അനേക ദൈവമക്കളുണ്ട്. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ചില കാര്യം ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത് വായിച്ചും സഹായിക്കണം. ഞാൻ വാത്സല്യ അപ്പച്ചനെ കണ്ടു. 100 കഴിഞ്ഞില്ലയോ രാജാ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളെല്ലാം പോകുന്നിടത്ത് 100 കാണുന്നുണ്ട്. നിൽക്കടുത്തുകൊണ്ട് 100. ദൈവം അവരെ എല്ലാം ബലപ്പെടുത്തട്ടെ. ഒരു വാക്യം വായിച്ച് സഹായിക്കണം. സഭാപ്രസംഗികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാനിന്ന് ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, സഭയിലും ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ആരാ എവിടെ നിന്നാ വായിക്കുന്നത്? ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. മതി. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ചോണേ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. അവസാനമാണ് നല്ലത്. ഈ പ്രാർത്ഥനയുടെ അവസാന ദിവസം അല്ലയോ പാപ്പച്ചായ? നല്ലതാ. കരമുയർത്തി ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിക്കോ. ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മകം, ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക, ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക, ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക.
ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്നു ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് പൂർവികിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗതജര പരദേവ വിഗതജര പരദേവ വിഗതജര ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് പൂർവികിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗതജര പൂർവോദിതമാത്മനിർവ്യാജ വാകത്ര പൂർവോദിത ആത്മനിർവ്യാജ വാകത്ര പൂർവോദിതമാത്മനിർവ്യാജ വാകത്ര നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദര ഹൃദഗർഭ ജനദജര ഹൃദഗർഭ ജനദജര ഹൃദഗർഭ ജനദജര ഹൃദഗർഭ ജനദജര
ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ദിവ്യജഡം വെടിഞ്ഞ ലോകേ പൂർവികിൽ പരദേവ വിഗതജര പരദേവ വിഗതജര പൂർവോദിതമാത്മനിർവ്യാജ വാകത്രേ നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദര ഹൃദഗർഭ ജനദേജര ഹൃദഗർഭ ജനദേജര ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ദിവ്യജനേശ്വര ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക തിരുപാദം നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴാണ് വേണ്ടത്? എല്ലാവരും വന്നെന്ന് തോന്നി. ഇപ്പം അങ്ങെടുക്കുമായിരുന്നു നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചിലപ്പം പ്രസംഗിച്ച് അതിൻ്റെ ചൂടി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകുകയല്ല, ഞാൻ തരികയല്ലതാ. അപ്പം ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി 8:30 സ്വോത്രാഴ്ച കിടക്കാം. എന്താ ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് വായിച്ചത്. ആമേൻ. മോനെ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. അവസാനമാണ് നല്ലത്. ആരംഭത്തേക്കാൾ അവസാനമാണ് നല്ലത്. ആരംഭത്തിൽ അല്പം അപാകതയും പാളിച്ചയും ന്യൂനതയൊക്കെ വന്നാലും
അതിൻ്റെ അവസാനമായിരിക്കണം നല്ലത്. ആരംഭം നല്ലതാകണം. അഥവാ ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇതിനെല്ലാം ഉദാഹരണം ഇതിനകത്തുണ്ട്. വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് ആരംഭത്തിൽ നന്നായിട്ട് തുടങ്ങി അവസാനം പരുവക്കേടായവരുണ്ട്. ആരംഭത്തിൽ അല്പം പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞ പോരാട്ടവും പ്രതികൂലമൊക്കെ ആണെങ്കിലും അവസാനം വളരെ നന്നായവരുണ്ട്. ആരംഭത്തിൽ വളരെ നന്നായി തുടങ്ങി ഇടയ്ക്ക് പരുവക്കേടായി പിന്നെ ഒടുവിൽ നന്നായവരും ഉണ്ട്. ആരംഭവും അവസാനവും ഒരുപോലെ നന്നായവരുണ്ട്. ഇന്ന് രാത്രി അതെല്ലാം നമ്മൾ കവിവാചകം പോലെ ചില കാര്യം വചനത്തിൽ നിന്ന് ചിന്തിക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസവും കൂടെ ആണല്ലോ. അപ്പോൾ ആ നിലയിലൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇവിടെ എല്ലാ ആളിരിപ്പുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ കറണ്ട് അടിക്കുന്നു. ചെരുപ്പൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് സഭാപ്രസംഗികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എല്ലാവർക്കും പരിചയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമാണ്. ഒന്നുകൂടെ വായിച്ചോ മോനെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഈ സഭാപ്രസംഗികളുടെ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണ്. ഈ വേറെ പുസ്തകത്തിന്റെ ഒരു വിശേഷത നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഒരാൾ എഴുതി തീർത്തതല്ല, ഏതാണ്ട് 10-40 പേരാണ് എഴുതിയത്. അല്ലാതെ ഒരാൾ കുത്തിയിരുന്നെങ്കിൽ അച്ഛൻ എഴുതുകയല്ലാണ്. അങ്ങനെ എഴുതിയ പുസ്തകം ഒത്തിരി ഉണ്ട്. കുത്തിയിരുന്നങ്ങ് എഴുതി എന്തെല്ലാം എഴുതി പിടിപ്പിച്ചേക്കുന്നത് ഒന്നിപ്പോൾ ഞാൻ പൊതുവെ പറയുന്നില്ല. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ വിശേഷത നമുക്കറിയാം. ഏതാണ്ട് 40 എഴുത്തുകാരാണ് എഴുതിയത്. അവരെല്ലാം പല വിഭാഗത്തിൽപ്പെട്ടവരാ. എന്നാൽ ഈ എഴുത്തുകാരിൽ ചില വിശേഷതയുണ്ട്. ഈ 66 പുസ്തകത്തിൽ ചേട്ടനും അനിയനും എല്ലാം കൂടെ ചേർന്ന് പുസ്തകം എഴുതി. അനിയനും ചേട്ടനും എഴുതിയ പുസ്തകമുണ്ട്. അറിയാമല്ലോ ഏതാ? ഞാൻ അനിയനും ചേട്ടനും ഒന്ന് അങ്ങ് പറയുക. ആരാ? അയ്യോ, ഓർക്ക പാപ്പച്ചാൻ പറഞ്ഞു. യാക്കോബും യൂദയും സഹോദരങ്ങളാ. യാക്കോബും ഒരു ലേഖനം എഴുതി, സഹോദരൻ യൂദയും എഴുതി. അത് വലിയ ഭാഗ്യമല്ലേ, ചേട്ടനും അനിയനും ഇതിനകത്ത് പുസ്തകം എഴുതിയത്. നമ്മൾ ചേട്ടനും അനിയനും പുസ്തകം മലിച്ച് കയറി വെച്ച് നടക്കുക ചങ്ങാറമലയെ കൂടെ. ചേട്ടൻ എഴുതിയ പുസ്തകം അനിയൻ പിടിച്ച് ഇതിനകത്ത് കാണും മിക്കവാറും. പാപ്പച്ച ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കുകയാണല്ലേ. അവിടെ ഇരുന്നു, ഞാൻ നീക്കുക. ഇതാ നല്ലത്. അപ്പൊ ചേട്ടനും അനിയനും ഇതിനകത്ത് പുസ്തകം എഴുതി. ഇത് ഇച്ചിരി വെട്ടം കുറവ്, നമുക്ക് വെട്ടം കുറവാണെന്നാലും ഇതിന് കലനടിക്കുന്നതാ. അവിടെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി. അന്നേരം പണ്ടൊരാൾ പറഞ്ഞു, അവിടെ ചെന്നപ്പോഴും ശ്രീ പാർവതി, ഇവിടെ വന്നപ്പോഴും ശ്രീ പാർവതി. കണ്ണിനടിക്കുന്ന പോലെ എന്നു വിധല്ലയോ, അതുകൊണ്ടാണ്. അടി വല്ലതും വന്നാൽ പിന്നെ നിങ്ങൾ ഓടി വരേണ്ടി വരും. നമ്മുടെ റോഡാ അത്. പിന്നെ ഇങ്ങോട്ട് തന്നെ അവിടെ മാറ്റി വെച്ചെന്നല്ലേ ഉള്ളൂ. വെട്ടം അടിക്കുക. അങ്ങോട്ട് കൊടുക്കാം, അവിടെ കല്ലം കൊടുക്കാം. എനിക്ക് അത് മതി മതി. അപ്പോൾ ശ്രദ്ധിക്കുക, ജ്യേഷ്ഠനും അനുജനുമല്ലേ സഹോദരങ്ങൾ ഇതിനകത്ത് പുസ്തകം എഴുതി. മാത്രമാണോ, അപ്പനും മകനും കൂടെ പുസ്തകം എഴുതി. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പനും മോനും. അപ്പൻ ആരാ, മോൻ ആരാ നമുക്കറിയാം. ആരാ? പാപ്പച്ചാൻ തന്നെ പറഞ്ഞോ, അവർ പറയുകയല്ല. ദാവീദും ശലോമോനും. എന്ത് ഭാഗ്യമാണ് അപ്പനും മോനും. അത് വലിയ ഭാഗ്യമാണ്. അപ്പനും മകനും പുസ്തകം എഴുതി. അവർക്കും വേണ്ട. പിന്നെ ആണോ എനിക്ക് അങ്ങോട്ട് വെച്ചപ്പോൾ അവർക്ക് വേണ്ട. പിന്നെ ഞാൻ തന്നെ തയ്ക്കാം. നിർത്ത്. കാണണ്ട, ഇത്രയൊക്കെ കണ്ടാൽ മതി. നീ എന്നാ കാണാനാ?
ആ ഓ ഈ വെട്ടം മതിയെന്ന്. ഇത് മതി, ഇത് മതി. വീഡിയോ ഇച്ചിരി തെളിയാതിരിക്കട്ടെ, കേട്ടാ മതിയല്ലോ. കണ്ണടിച്ച് പോകും, അതുകൊണ്ടാ. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പനും മകനും പുസ്തകം എഴുതി, ദാവീദും ശലോമോനും. ദാവീദ് ഏതാണ്ട് 100 സങ്കീർത്തനത്തോളം എഴുതി. 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതി എന്നാ പറയുന്നത്. മകനും എഴുതി സങ്കീർത്തനം, ശലോമോന്റെ സങ്കീർത്തനമുണ്ട്. പുള്ളി അത്ര പുറകോട്ടല്ല. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവ് അത്ര മോശമല്ലെന്ന്. അപ്പോൾ ശലോമോനും സങ്കീർത്തനം എഴുതി. മാത്രമാണോ പുള്ളി എന്തെല്ലാം എഴുതിയത്? അവിടെ ഇരുന്നു അമ്മേ, ഞാൻ അവിടെ കറങ്ങി നടക്കാൻ, ആ കസാലിലോട്ടിരിക്കാൻ. ഓ അവിടെ അവിടോട്ട് എഴുതി. അപ്പൊ ശ്രദ്ധിച്ചേ, ശലോമോൻ സങ്കീർത്തനം മാത്രമല്ല എഴുതിയത്. നമ്മളിങ്ങനെ വായിക്കുന്നത് ഏതാണ്ട് 3000 സദൃശവാക്യം ചമച്ചെന്ന 1005 ഗീതവും നമുക്കൊന്നേ കിട്ടിയിട്ടുള്ളൂ, ഉത്തമ ഗീതം. ബാക്കി 1004 എവിടാ പാപ്പച്ചായ? എനിക്കും അറിയാൻ മേല. 1005 ഗീതം എഴുതിയതിൽ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഉത്തമ ഗീതം. ബാക്കി 1004 വായിച്ചേ മോനെ, വായിക്കും മോനെ. എല്ലാവരും ഓർക്കുന്നത് ഞാനിപ്പോൾ എഴുതിയതാന്ന്. 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വായിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ. പെട്ടെന്ന് വായിരു. സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ. വായിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെ ആന്നേ. 1 രാജാക്കന്മാർ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1 രാജാക്കന്മാർ 4:31 മുതൽ 31 മുതൽ വായിച്ചു. അത് തന്നെ വായിര്. ഹേമാൻ, കൽക്കോൽ, കൽക്കോൽ എന്തേലും ആട്ടെ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. പിന്നെ അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. ഇവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അടുത്തത് വായിക്കും മോനെ. അവൻ 3000 സദൃശവാക്യം. 3000 സദൃശവാക്യവും. അവന്റെ ഗീതങ്ങൾ 1005 ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഉത്തമ ഗീതം. 1004 കിട്ടാനുണ്ട്. വലിയ മിടുക്കനായിരുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ട 3 പുസ്തകം ഇതിനകത്ത് കൊടുത്തിരിക്കുക: സദൃശവാക്യവും, സഭാപ്രസംഗി, ഉത്തമഗീതവും. സദൃശവാക്യം തന്നെ 3000. അതല്ല, എല്ലാം വന്നിട്ടില്ല. എന്തുവാ രണ്ടുപേരോട് വർത്താനം പറയുന്നു? അപ്പൊ ശ്രദ്ധിക്കുക, 3000 സദൃശവാക്യം അതെല്ലാം ഒന്നും തന്നിട്ടില്ല. 1005 ഗീതങ്ങൾ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് 3 പുസ്തകം: സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. ഒരു വേദ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് 3 ഘട്ടത്തിൽ എഴുതിയതാണ്. പുള്ളിയുടെ ആശയമാണ്. കൊണപ്പെട്ട കാലത്ത് എഴുതിയതും, അല്ലെങ്കിൽ ആത്മീകം ഉള്ള സമയത്ത് എഴുതിയതും, പിന്മാറ്റത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം എഴുതിയതും, തീരെ ഗതികെട്ട് പിന്മാറ്റത്തിൽ പോയപ്പം എഴുതിയതും. ഈ 3 പുസ്തകം നല്ല ആത്മീയ നിലവാരമുള്ള സമയത്ത് എഴുതിയതാ ഉത്തമഗീതം. അന്നേരം പുള്ളി എഴുതി, എൻ്റെ പ്രിയനോ വെണ്മയും ചുവപ്പുള്ളവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ എന്നൊക്കെ പുള്ളി പറഞ്ഞു. നല്ല കൃപ നിന്നപ്പോൾ അങ്ങാണ്ട് എഴുതിയതാ. കൃപയെന്ന് പോയിക്കൊണ്ടിരിക്കുക പിന്മാറ്റത്തിൽ. അന്നേരം പുള്ളി സദൃശവാക്യം ചമച്ചത്. ഗുണദോഷമാണ്. മോനെ നന്നായിട്ട് നടക്കണം കേട്ടോ, മദ്യപിക്കരുത് കേട്ടോ, പാത്രത്തിനകത്ത് അത് തിളങ്ങുന്നു വന്ന് നീ പോയി പമ്മി നിന്ന്. ഗുണദോഷമാണ്. പുള്ളി പിന്മാറ്റത്തിലാന്നേലും ഗുണദോഷം പറയും. മേരിക്കുട്ടിയെ നോക്കരുത് ഒളിഞ്ഞു വന്ന്. പരസ്ത്രീയെ അങ്ങനെ എഴുതിയേക്കുന്നു. അവിടെ ചെന്ന് ഷൂള പഠിക്കുമെന്നും. പുള്ളി നല്ല ഗുണദോഷമാണ്. മദ്യപിക്കരുത്, പുകവലിക്കരുത് കേട്ടോ, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം കേട്ടോ, പ്രായമുള്ളവരെ ആദരിക്കണേ. നല്ല നല്ല ഗുണദോഷങ്ങളാണ്. നമ്മുടെ ആൾക്കാരില്ലേ, പള്ളി വന്നില്ലെങ്കിലും പിള്ളേരുടെ പോടാ ഒരുങ്ങി. പുള്ളി തിണ്ണയിലിരിക്കുക, കാലും വെച്ചു പോടാ. ഉണ്ടോ? എന്തൊരു ഗുണദോഷമാണ്. ഭാര്യ അല്പത്, നീ പോകുന്നില്ലേ അച്ഛാ, എൻ്റെ കാര്യം ഇവിടെ, നീ പോവും. അവിടെ തമ്പേറയുടെ ശബ്ദം കേട്ടു തുടങ്ങി.
എന്ത് നല്ല മനുഷ്യൻ. ഇവിടെ ഉണ്ട്, ഈ ഏരിയയിലും ഉണ്ട് അങ്ങനെയുള്ള, ഇല്ലേ പാപ്പച്ചായ? കാണും, പിന്നെ ഇവിടെ ഉണ്ട്. ആ നോട്ടോ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം. അങ്ങ് ഗുണദോഷം പറച്ചില്ല, ഒരുങ്ങി പോടാ, സ്വത്രാഴ്ച എടുത്തോടാ. ഓ, എന്തൊരു ഉത്സാഹം. ഇല്ല പാപ്പ, എന്നാ വാ, എന്നാ പിടി. അപ്പൊ ഇങ്ങനെ ഗുണദോഷം പറച്ചില്ല. ഇപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. തീരെ അങ്ങ് പിന്മാറി. അന്നേരമായി സഭാപ്രസംഗി എഴുതി എന്നാ പറയുന്നത്. തീരെ അങ്ങ് പോയി, പരുവക്കേടായി. അന്നേരം ആ പുള്ളി സദൃശവാക്യം എഴുതി. അതിന് പുള്ളി ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 4-ാം അധ്യായത്തിലല്ലയോ മോനെ, 4-ലാന്നോ 3-ലാന്നോ, മനുഷ്യനും ചാകുന്നു, മൃഗവും ചാകുന്നു, രണ്ടിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നത് പുള്ളിക്കും അറിയാൻ മേലിപ്പം. മേലോട്ട് പോകുന്നു, കീപ്പോട്ട് പോകുന്നു, താപ്പോട്ട് പോകുന്നു. ഒന്ന് വായിച്ചോ മോനെ. മോൻ കണ്ടോ മോനെ? ഓ, വായിക്കുക. 3:18 മുതൽ വായിരും. സഭാപ്രസംഗി. അവിടെ അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. വായിക്കുന്ന 3:19 മുതൽ വായിരും. 3:19 മുതൽ വാക്യങ്ങളാണ് സഭാപ്രസംഗം. ഓ, സഭാപ്രസംഗം. അന്നേരല്ലേ പുള്ളി പൂർണ്ണമായിട്ട് അങ്ങ് മാറിയത്. 3:19. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. പുള്ളി പറയാ, തീരെ അങ്ങ് പരുവക്കേടായി. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്ക്. ആ, മനുഷ്യനും പനി, മൃഗത്തിനും. പിന്നെ അന്നേരം മനസ്സിലായി പരുവക്കേടായെന്ന്. മനുഷ്യന് ശ്വാസം മുട്ടല്, മൃഗത്തിനും. അടുത്ത വാക്യം വായിര്. രണ്ടിനും ഗതി ഒന്ന് തന്നെ. രണ്ടിനും ഗതി ഒന്നാ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. അങ്ങനെയാണോ ചാകുന്നേ? ഏത് പശു മരിക്കാൻ നേരത്ത് എൻ്റെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞേ? അപ്പോളേ മനസ്സിലാവണം പരുവക്കേടായി. ഏതെങ്കിലും പശു പറഞ്ഞോണ്ടോ വേണമേ ആധാരം ട്രങ്കിനകത്തിരിപ്പുണ്ടെന്ന്. അപ്പൊ ഇതെല്ലാം പിന്മാറ്റത്തിൽ പോയിന്റ് ലക്ഷണമാ. ഒന്നുകൂടെ വായിച്ചേ മോനെ, കേട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. രണ്ടിനും ഗതി ഒന്ന്. അടുത്തത്. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. പിന്നെ രണ്ടിനും ശ്വാസം വന്നത്രേ. രണ്ടിനും ശ്വാസം വന്നത്രേ. പിന്നെ മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. ഇപ്പൊ അങ്ങനെ ആയി. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. പുള്ളി അങ്ങ് പറയും. അടുത്തത്. സകലവും മായല്ലോ. അത് ശരിയാ. പിന്നെ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. കണ്ടോ? കർത്താവിനെതിരെ പ്രാപിച്ച പുള്ളിയും കന്നാലിയും കൊണ്ടൊരു സ്ഥലത്താണോ പോകുന്നത്? ഇതാ പറഞ്ഞ പിന്മാറ്റത്തിലാന്ന്. പിന്മാറി പരുവക്കേടായി. അടുത്ത വാക്യം. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിരുന്നു. അടുത്ത വാക്യം വായിര്. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നു. മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നു. മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് കീഴോട്ട് പോകുന്നു. ആർക്കറിയാം? പുള്ളിക്കും അറിയാൻ മേല. മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗത്തിന്റെ ആത്മാവ് കീഴോട്ട് പോകുന്നു. ആർക്കറിയാം? അടുത്തത്. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കുന്നത്. പറഞ്ഞ ഇത് പരുവക്കേടായപ്പോൾ എഴുതിയ പുസ്തകമാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. ആട്ടെ, എന്നാലും നമുക്കതങ്ങ് വിട്ടേക്കാം. പരുവക്കേടാന്നേലും പുള്ളി ചില കാര്യം പറഞ്ഞത്, ചില കാര്യം നല്ലതാണ്. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. 1-ാം അധ്യായത്തിൽ പുള്ളി പറയെല്ലാം മായയാന്ന് പറഞ്ഞല്ല. മായ. പുള്ളി ശലോമോൻ യെരൂശലേമിലെ രാജാവായിരുന്നു, മിടുക്കനായിരുന്നു. മിടുക്കനെന്ന് പറഞ്ഞാൽ മിടുക്കനായിരുന്നു. ഇഷ്ടംപോലെ സ്വത്തും എന്തല്ല മുമ്പേ കേട്ടില്ലയോ, 1005 ഗീതവും 3000 സദൃശവാക്യവും. പുള്ളിയുടെ മേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേശ പോലൊന്നും വല്ല വലിയ കേമപ്പെട്ട് 4:22 വായിച്ച മോനെ. പുള്ളി ശലോമോൻ്റെ മേശ, തീൻ മേശ, ഡൈനിങ് ടേബിളേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4:22 വായിക്കും മോനെ. ശലോമോനെ എന്ന് പറഞ്ഞ പോലെ ഞാനും അങ്ങ് മോനെ എന്ന് പറയുക. ശലോമോന്റെ നിത്യച്ചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവ്. നിത്യച്ചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവ്, 60 പറ സാധാരണ മാവ്. പിന്നെ മാന്, ഇളമാന്, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ. ബ്രോയിലർ കോഴി ആയിരിക്കാം. പുഷ്ടി വരുത്തി എന്നാ വന്നെന്നല്ല, ആയിക്കോട്ടെ, വരുത്തിക്കോട്ടെ. അടുത്തത്. എന്നിവ കൂടാതെ ഇത് കൂടാതെ തടിപ്പിച്ച 10 കാളയും. എല്ലാം തോലുവായ കാളയല്ല. അപ്പം അത് ഇത് കാളെ ഇറക്കി വെച്ച് കാരവെള്ളം കുടിപ്പിച്ച് വീർത്ത് വരുമ്പം കണ്ടിച്ചേച്ച് പറയുക എളപ്പവാന്ന്. പിന്നെ അടുത്തത് വായിരും. മേച്ചിൽപ്പുറത്ത് 20 കാളയും. അത് മേച്ച് നല്ല മേഞ്ഞു നടക്കുന്ന 20 കാള. പിന്നെ 100 ആടുമായിരുന്നു. നദിക്കിക്കരെ. മതി. ഇതൊക്കെ ആ ശലോമോന്റെ പ്രൗഢി. ദേവദാരി മുതൽ ഈസോപ്പ് ചെടിയുടെ കാര്യം വരെ പുള്ളിക്ക് അറിയുകയും ചെയ്യും. അത്രയ്ക്ക് ജ്ഞാനമാണ്. മാത്രമാണോ?
പുള്ളി യെരൂശലേമിലെ രാജാവായിരുന്നെന്നാ. വായിച്ചേ മോനെ, സഭാപ്രസംഗി 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ചോ. യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ യെരൂശലേമിലെ രാജാവായിരുന്നു, മിടുക്കനാ. മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളാ പുള്ളി സമ്പാദിച്ചതും സ്വരൂപിച്ചതും ആക്കിയടിച്ചതും എല്ലാം വിവരിക്കുന്നില്ല. 2-ന്റെ 4 മുതൽ വായിച്ചേ മോനെ. എനിക്ക് അരമനകളെ ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു. പുള്ളി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അടുത്ത വാക്യം. എനിക്ക് അരമനകളെ പണിതു. 5-ാം വാക്യം വായിച്ചോ. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി. എല്ലാം പുള്ളി ഉണ്ടാക്കി. തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി. പിന്നെ അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളും നട്ടു. സകലവിധ ഫലവൃക്ഷങ്ങളും പുള്ളി അതിനകത്ത് നട്ടു. പിന്നെ വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. എന്തെല്ലാം കാര്യങ്ങളാ പുള്ളി ചെയ്തത്. വലിയ മിടുക്കനായിരുന്നു. അടുത്ത വാക്യം. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. അതും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. അതുകൊണ്ടായിരുന്നു. എന്തിനാ കുറവ്? എല്ലാം ഉള്ള മിടുമിടുക്കനാ. പക്ഷേ ഈ 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഇതെഴുതിയ പുള്ളിയുടെ അവസാനം തന്നെ പരുവക്കേടായിരുന്നു. ആരംഭം വളരെ നല്ലതായിരുന്നു, പക്ഷെ അവസാനം വളരെ പരുവക്കേടായിരുന്നു. ശലോമോന്റെ അറിയാമല്ലോ ആരംഭം എങ്ങനെ. എന്തോ നല്ല ആരംഭമായിരുന്നു. പ്രാർത്ഥിച്ച് ദൈവാലയം അങ്ങോട്ട് പണിത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തേജസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ പോലും അറിയാത്ത വിധത്തിൽ അത്ര തേജസ് ഇറങ്ങി പ്രാർത്ഥിച്ചു. എന്തോ അന്തരീക്ഷമായിരുന്നു. ഒടുവിൽ പുള്ളി അവസാനം പരുവക്കേടായി. എന്തോ പരുവക്കേട് നിങ്ങൾക്കറിയാം. പുസ്തകം വായിക്കുന്നവർക്ക് കല്യാണം കഴിച്ച് ഊപ്പാട് വന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ പുള്ളിയെ വിളിച്ചോണ്ട് അതാ എങ്ങനെയാ പൊതുവെ പറയാനെന്ന് ഓർത്താ. ഇഷ്ടം പോലെ പെണ്ണ് വായിച്ചേ. 11-ന്റെ 1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ന്റെ 1. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ ഓൾറെഡി കഴിച്ചതാ. ഫറവോന്റെ മകളെ കഴിച്ചു. അടുത്തത് മോവാബിയർ, അമോന്യർ, എദോമ്യർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ അവസാനം വളരെ പരുവക്കേടാണ്. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്തെടുത്ത അടുത്ത വാക്യം വായിക്കും. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്. നിങ്ങൾക്ക് ഇങ്ങനെ സീദോന്യരെ, അമോന്യരെ, മോവാബ്യരെ ഇങ്ങനെയുള്ള ദൈവത്തെ വിളിക്കാത്ത, ദൈവത്തെ ഭജിക്കാത്ത, ദൈവപ്രമാണമില്ലാത്തവരുമായി കൂടിക്കലർച്ച ഉണ്ടാകരുതെന്ന് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും വിശേഷിച്ച് ലേവിയ പുസ്തകത്തിലുമൊക്കെ കർക്കശ ഉപദേശം കൊടുത്തതാ ദൈവം. മോനെ ഒരു വാക്യം വായിച്ചോ. ലേവിയ 18-ന്റെ 1. എല്ലാം ഇപ്പൊ എടുക്കാൻ നേരമില്ല, വായിക്കാൻ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അന്നേരം പുള്ളി അവിടെ ചെന്ന് കല്യാണം കഴിച്ചു. എങ്ങനെ ഉണ്ട് പുള്ളി അവിടെ നിന്ന് തന്നെ. ചില പിള്ളേർ പറഞ്ഞത് എനിക്ക് ഇത് മതിയെന്ന്. പിന്നെ എടാ അവള് രക്ഷിക്കപ്പെട്ടതല്ല, ആകെ അവളെ കെട്ടിക്കഴിയുമ്പോൾ അവള് പിന്നെ നിങ്ങള് മിസ്രയീമരുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്നാണ്. ഒന്നുകൂടെ വായിച്ചേ മോനെ 18-1. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അങ്ങനെ നടക്കരുത് കേട്ടോ. അവിടുത്തെ നടപ്പ് പ്രത്യേക നടപ്പാ. അങ്ങനൊന്നും ദൈവമക്കൾ നടക്കരുതെന്ന്. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവിടുത്തെ പാടില്ല. കനാനിലും പ്രത്യേക ആൾക്കാരുണ്ട്. അമോര്യരും, മോവാബ്യരും, ഹിത്യരും, ഹിർവ്യരും ഒത്തിരി ഉണ്ട്. അവരുടെ നടപ്പ് വേറെ നടപ്പാ. ഇത് രണ്ടും നമുക്ക് പാടില്ല. പിന്നെ അവരുടെ മര്യാദ ആചരിക്കരുത്. ഇവരുടെ മര്യാദ നിങ്ങൾ ആചരിക്കരുത്. പിന്നെ എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ കർക്കശ ഉപദേശം ദൈവം കൊടുത്തിരിക്കുക, വേർപാടിന്റെ ഉപദേശം. ഈ വേർപാടിന്റെ ഉപദേശം പ്രാപിച്ച ശലോമോൻ നേരെ അവിടെ ചെന്ന് ഫറവോന്റെ മകളെ കല്യാണം. നല്ല നല്ല അന്തരീക്ഷമാണ് കേട്ടി. മാത്രമാണോ ഫറവോന്റെ അടുത്ത വാക്യമായി 11-ാം അധ്യായത്തിൽ
അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന്. വിഷയം ചുരുക്കി പറഞ്ഞ എല്ലാ വാക്യം എടുക്കലും പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ആളെ വശീകരിച്ച് ഒരു പരുവത്തിലാക്കി ദേവന്മാരുടെ എടുക്കലോട്ട് വശീകരിച്ച് പുള്ളിയെ കൊണ്ടുവന്ന് ബന്ധുവെല്ലാം കൂടെ കൊടുത്ത് പുള്ളി അത് തിന്നുകയും കുടിക്കുകയും വണങ്ങുകയും എന്ന് വേണ്ട അവസാനം പരുവക്കേടിലായി. ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കണം. ശലോമോന്റെ ആരംഭമൊക്കെ വളരെ നല്ലതാ, അവസാനം പരുവക്ക്. ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരംഭത്തേക്കാൾ അവസാനമായ 1-2 പേരുടെ കാര്യം ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഇതൊന്ന് കേട്ടേച്ച്. അപ്പം ആദ്യം ആരംഭം നല്ലതായിരുന്നു, അവസാനം പരുവക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാ ഈ ശലോമോൻ. എഴുതിയ പുള്ളി തന്നെ. പണ്ട് നമ്മൾ പറയല്ലേ, വേലി തന്നെ വിളവ് തിന്നുക. പുള്ളിയുടെ കാര്യം തന്നെ. പിന്നെ എനിക്ക് പുള്ളിയോടൊരു ബഹുമാനം. പുള്ളി ഉള്ളത് അങ്ങ് പറഞ്ഞെന്നുള്ളതാണ്. നമ്മളൊന്നും പറയുകയില്ല, തെളിച്ച് പറയത്തില്ല. പുള്ളി ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. തുടക്കത്തിലേ പുള്ളി പറഞ്ഞു എല്ലാം മായയാന്ന് പറഞ്ഞു. എല്ലാത്തിനും ഒരു കാലം ഉണ്ട്. ഏതാണ്ട് 29 കാലത്തെ പറ്റി 3-ാം അധ്യായത്തിൽ എടുത്തിട്ടുണ്ട്. 29 ശരിക്കും പഠിച്ചാൽ 30 എണ്ണമുണ്ട്. മോനെ ഒന്ന് വായിച്ചേ 3-ാം അധ്യായത്തിൽ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, കാലമുണ്ട്, സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. എണ്ണിക്കോ. പിന്നെ ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനും ഒരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. അയച്ചു വിട്ടെന്നല്ലാതെ വീട്ടിലെങ്ങാനും പോരുന്നേണ്ട. 10-29 കാലത്തെ പറ്റി പറഞ്ഞിട്ട് വേറൊരു കാലവും കൂടെ ഉണ്ട്. 17-ാം വാക്യം വായിച്ചു. 2:17. അത് വേറൊരു കാലമാണ്. എല്ലാം കൂടെ ഒരു 30. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്ത് എല്ലാ മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴെ 17 വായിച്ചത്. 2:17 ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്ത് എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. അപ്പൊ ഇതിന് കീഴേ നടക്കുന്ന എല്ലാത്തിനും ഒരു കാലവും കൂടെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എഴുതിയ ശലോമോൻ തന്നെ തന്റെ അവസാനം വളരെ പരുവക്കേടായിരുന്നു. വേറെ പുസ്തകം പിടിച്ചാൽ ആരംഭം നല്ലതും അവസാനം വളരെ പരുവക്കേടായ ഒത്തിരി പേരുണ്ട്. അതിലൊന്നാ ശലോമോൻ എഴുതിയ പുള്ളി. 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആദാം. ഇല്ലയോ, അറിയാമല്ലോ എല്ലാവർക്കും. ആരംഭം വളരെ നല്ലതാ. എങ്ങനെ ആദാമിന്റെ ആരംഭം നല്ലതാ. അതിന് 1-2 കാര്യം പറയാം. അറിവുള്ള കാര്യം ഓർമ്മിക്കുന്നതേ ഉള്ളൂ. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ, മുളച്ചു വരട്ടെ, വീണ്ടും ഉണ്ടാകട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറക്കട്ടെ, പക്ഷികളോട് ബന്ധപ്പെട്ട് പറക്കട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, കൂട്ടമായി ജനിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ചൊന്നുടൻ വാക്ക് മൂലം വന്ന് വനവിരവിൽ പറഞ്ഞ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തവ ഭിന്നവൻ നമുകൂടൻ തന്നു. പൂജരകേജര പക്ഷികളൊക്കെയുമായി തന്നെയും പോയ ജനങ്ങളും അപ്പൊഴുതയുടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങളപ്പയ്യന്തേണ്ടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടച്ച വനങ്ങളപ്പയ്യന്തേണ്ടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദിനമാറി തുടച്ചത്. തൃണങ്ങൾ പല മൃഗാന്തി ഗണങ്ങൾ വിട്ടുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന് തൃണങ്ങൾ പല മൃഗാന്തി ഗണങ്ങൾ വിട്ടുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്നും വിളങ്ങിച്ചാൻ അവനെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 5 ദിവസം കൊണ്ട് സകല ഭൂചര കേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു.
എന്നാൽ 6-ാമത്തെ ദിവസം ഉണ്ടാകട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ എന്നൊന്നുമല്ല പറഞ്ഞ. സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കരം കൊണ്ട് മണ്ണ് കുഴച്ച് മനുഷ്യനെ രൂപപ്പെടുത്തി. ദൈവം സൃഷ്ടിച്ചു. ആരംഭം നല്ലതാ. ദൈവം തമ്പുരാനാ സൃഷ്ടിച്ചേ. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അറിയാമല്ലോ ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആരംഭം വളരെ നല്ലതായിരുന്നു. ആരംഭം മാത്രമല്ല, ഈ ആദമിന് തക്ക തുണയെ ദൈവം കൊടുത്തു. അതും ദൈവം കാടന്നത്തിന് വരുത്തി ഒരു വാരിയല് എടുത്ത സൃഷ്ടിച്ചു കൊടുത്തത്. തീർന്നില്ല, രണ്ടുപേർക്കും താമസിക്കാനായി തോട്ടം. നല്ല തോട്ടമാണ്, നല്ല തോട്ടം. രണ്ടുപേർക്കുമേ അല്ലല്ലൊന്നും കൂടാതെ ആരംഭം നല്ലതായിരുന്നെന്ന്. ഏതിന് കിഴക്ക് ദൈവം ഒരു തോട്ടമെല്ലാം ക്രമപ്പെടുത്തി. സകല ഫലമൂലാദികളും അവിടെ ഉണ്ട്. എല്ലാം അതിനകത്തുണ്ടെന്നാ. നല്ല കുടിക്കാനുള്ള വെള്ളം നദി ഒഴുകുന്നു. പിന്നെ കവിയുടെ ഭാവന പറഞ്ഞേക്കുന്നത് കുളമൊക്കെ ഉണ്ടായിരുന്നെന്നാ. ആയിക്കോട്ടെ, അത് വേദപുസ്തകത്തിലെ കാര്യമല്ല, ഭാവനയാണ്. എല്ലാ സകല ഫലവൃക്ഷങ്ങളും സകല ഫലമൂലാദികളും സകല ജീവികളും എല്ലാം ഉള്ള നല്ല തോട്ടം. ശ്രീ വിളങ്ങുന്ന തോട്ടം എന്നാ. ശ്രീ വിളങ്ങുന്ന തോട്ടം, ഐശ്വര്യമുള്ള തോട്ടം. അതാ ഒരു പ്രയോഗം ഇങ്ങനെയുണ്ട്. താമരത്തണ്ടു കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ. ഏതാ? കവിയുടെ ഭാവനയാ. താമരത്തണ്ടു കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ സോമസുന്ദരങ്ങളായ പക്ഷങ്ങളോടും. അപ്പൊ താമരത്തണ്ടുമൊക്കെ കൊത്തി തിന്ന് ഇങ്ങനെ വണ്ടുകളങ്ങുമിങ്ങും ജങ്കാരം ചെയ്തുകൊണ്ട്. വണ്ട് ധാരാളമുണ്ട്, കാരണം പൂക്കളുള്ളത് കൊണ്ട് മധു കുടിക്കാൻ. വണ്ടുകൾ അങ്ങുമിങ്ങും ജങ്കാരം ചെയ്തുകൊണ്ട് ദാണ്ടാരിൻ മധു ഉണ്ട് മുരണ്ട് നടക്കുന്നു. വണ്ടാരം കോഴിയോടും കൊക്കുകൾ ഇരണ്ടകൾ ഇണ്ടലെന്നിയെ തെണ്ടി തിന്നുന്നു തീമ്പട്ടങ്ങൾ. പക്ഷികൾ വൃക്ഷശാഖയിലിരുന്ന് അക്ഷീണമുദാരമാം ഗീതികൾ ഉയർക്കുന്നു. ശിക്ഷകിൽ പാകുന്നുണ്ട് മാഗന്ധ കിസലയം ഭക്ഷിച്ചു കണ്ട ശുദ്ധി വരുത്തി കളകണ്ഠം. അപ്പൊ ഇങ്ങനെ നല്ല തോട്ടമാ. അപ്പൊ ഒന്ന്, ദൈവം സൃഷ്ടിച്ചു. 2, ദൈവം ജീവശ്വാസം ഊതി. 3, തക്ക തുണയെ ദൈവം കൊടുത്തു. 4, ഇവർക്ക് വസിക്കുവാനൊരു തോട്ടം കൊടുത്തു. 5, കഴിക്കാനുള്ള എല്ലാ ഫലമൂലാദികളും ഉണ്ട്. 6, കുടിക്കാനും ഇവിടെ ഉണ്ട്. മാത്രമാണോ 7, ഒത്തിരി പറയാൻ നേരമില്ല. 7, വെയിലാരംഭം ദൈവവും വരും. എന്തോ ഒരു ആരംഭം, നല്ല ആരംഭമല്ലേ. ആദമിന്റെ ജീവിതത്തിന്റെ ആരംഭം നല്ലതാ, പക്ഷേ അവസാനം പരുവക്കേടായി. അറിയാമല്ലോ, പാമ്പ് തോട്ടത്തിൽ കയറി അമ്മയായിട്ട് നമ്പരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മാറി. വള്ള മിസ് കോൾ വിട്ടു. പാമ്പ് പിന്നെ ഹായ് അടിച്ചു. വള്ളയ്ക്ക് കണ്ണും കടയും കാണാൻ മേലിൽ മാന്തി നോക്കിയപ്പോൾ പാമ്പിന് ഉടനെ ചോദിക്കാം, നീ ഉറങ്ങിയില്ലേ എന്ന്. ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. എന്നെ ആടുന്ന്. എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ഉടനെ തള്ള പറഞ്ഞു, നാളെ ഇങ്ങോട്ട് ഇറങ്ങടാ. ഉടനെ അവൻ ചോദിച്ചു, പുള്ളി കാണുമോ? അപ്പോൾ പുള്ളി രാവിലെ ജോലിക്ക് പോകും. അന്നേരം നീ ഇങ്ങോട്ട് ഒരു 8:30 കഴിഞ്ഞ് വന്നാൽ മതി. അത്രയൊക്കെ ഉണ്ടെന്ന് ഇതിനിടയിൽ. പിന്നെ ഇപ്പം എല്ലാം പമ്മിയിരിക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ, തോട്ടത്തിൽ പാമ്പ് കയറി ഈ സ്ത്രീയെ ചതിച്ച് വഞ്ചിച്ച് വശീകരിച്ച് സർപ്പം എന്തുവാ മുഖത്ത് കയ്യുമൊക്കെ പൊത്തിയിരിക്കുന്നത്. ഉള്ള കാര്യമായി പറ. മാമയ്ക്ക് ഇതെല്ലാം കേൾക്കാനിടയായല്ലോ എന്നായിരിക്കും. ഉള്ള കാര്യമായി പറ. ചുരുക്കി പറഞ്ഞാൽ, ഈ അമ്മയെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് വിലക്കപ്പെട്ട കനി ഭുജിച്ച് ഒടുവിൽ വെയിലാറിയപ്പോൾ ദൈവം വരികയാ. 2 പേരുടെ തോട്ടത്തിൽ ഒളിച്ച്. അവസാനത്തോട്ട് വരിക പരുവക്കേടായി. ഒപ്പിച്ച വസ്ത്രം വിജയിച്ചില്ല. ഒടുവിൽ കരുണാമയനായ ദൈവം, സ്നേഹവാനായ ദൈവം ആടിനെ കൊന്ന് തോലുടിപ്പിച്ച് 2 തോട്ടത്തിന് വെളിയിലും വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. ആരംഭം നല്ലതായിരുന്നു. ഈ തോട്ടത്തിൽ നടന്ന ഒരു അല്ലലുമില്ല, ഒരു കുഴപ്പവും ഇല്ല. 2 തോട്ടത്തിന് വെളിയിൽ വിട്ടു. വെളിയിൽ വിടുക മാത്രമല്ലോ, ദൈവം തമ്പുരാനറിയായി തള്ള വേറെ വഴി കൂടെ കയറി വരുമെന്ന്. അതിലൊരു വഴിയുണ്ട്, നമുക്ക് അതിലെ ചാടിയകത്ത്. അതിന് ദൈവം തമ്പുരാൻ വാളം പിടിച്ചു ഊതനെ അവിടെ നിർത്തി. അവസാനം 2 പേരും പരുവക്കേടായി തോട്ടം വിട്ടുപോയി. മാത്രമാണോ? അയ്യോ, അത് കഴിഞ്ഞ് ഒരു ചെറുക്കനും ഉണ്ടായി. അറിയാമല്ലോ ചെറുക്കൻ, കയ്യിനെ.
കയ്യിനുണ്ടായപ്പോ ഈ അമ്മ സാക്ഷി പറഞ്ഞു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. ഹല്ലേലൂയ. ഒരു കറക്കൂ ദൈവം കൊടുത്തതാണ്. വായിര 4-ാം അധ്യായത്തിന്റെ 1-2. അനന്തരം മനുഷ്യൻ അപ്പൊ ഈ മനുഷ്യനാകുന്ന ആദമ് ഹവ്വയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുരുഷപ്രജ എനിക്ക് ലഭിച്ചു. അവൾ ഗർഭം ധരിച്ചു. അങ്ങനെ ചേർത്ത് വായിര. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. അടുത്ത വാക്യം, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. എങ്ങനുണ്ട് സാക്ഷി? തേജസ്സും പോയി, ഒപ്പിച്ച തുണിയുടെ പരുവക്കേടായി, തോട്ടം വിട്ടു, ശാപഗ്രസ്തരായി. ദൈവം രാഗി ഇങ്ങോട്ട് വിട്ടതാ. നീ വിയർപ്പോടെ ഭക്ഷിക്കും, മുള്ളും പറക്കാരയും, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ട് തള്ളയോടും പറഞ്ഞ് വേദനയോടെ പ്രസവിക്കും. ഇതെല്ലാം നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. എന്നിട്ട് പറഞ്ഞ് അവൻ നിന്നെ ഇപ്പൊ നേരെ തിരിച്ചായി വരുവാ ആട്ടെ. ഇതെല്ലാം പറഞ്ഞു വിട്ടേച്ച് ഈ അമ്മ സാക്ഷി പറയുക, കൊച്ചുണ്ടായപ്പം യഹോവയാൽ എനിക്കൊരു നല്ല സാക്ഷ്യമാണ്. വേറൊരു വാക്യം കൂടെ വായിരുന്നേരം തെളിയും, അറിയാമല്ലോ. യോഹന്നാൻ 3:12. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. പെട്ടെന്ന് വായിരുമോനെ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. പെട്ടെന്ന് വായിരും. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. മതി, എന്തിനാ ഒത്തിരി വായിക്കുന്നത്? കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. 34 അമ്മ പറയാ, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചെന്ന്. അന്നേരം പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനെ കൂടി എഴുതിപ്പിച്ചിരിക്കുക, കയീൻ ദുഷ്ടനിൽ നിന്ന് ഉണ്ടായെന്ന്. എങ്ങനെ ഉണ്ട്? അത് ആരംഭത്തെക്കാൾ ഇത് അവസാനം നല്ലതാ, പക്ഷെ ഇത് പരുവക്കേടായി. മാത്രമാണോ? ഇങ്ങനെങ്ങ് ചിന്തിച്ചോ, വലിയ തെറ്റില്ല. അപ്പനും അമ്മയും അവൻ ജീവിച്ചിരിക്കുമ്പോൾ ആ 2 പിള്ളേര് തമ്മിൽ അടി ഉണ്ടാക്കി ഒരുത്തനൊരുത്തനെ കൊന്നത്. മാതാപിതാക്കളുടെ മുൻപിൽ മക്കൾ വഴക്കുണ്ടാക്കിയാൽ എന്തോ ചെയ്യും പറ? ചേട്ടനും അനിയനും വഴക്ക, അപ്പനും അമ്മയും എന്നാ ചെയ്യും? ആരുടെ പക്ഷം പിടിക്കും? ആരോട് പറയും? 2 പേരും ഇങ്ങനെ ചില്ലില്ലെന്ന് നിൽക്കുക. അങ്ങനെയുള്ള വീടുകളുണ്ട്. ചേട്ടനും അനിയനും മിണ്ടാത്ത എത്ര വീടുണ്ട്? ചേട്ടന്റെ വീട്ടിൽ കയറാത്ത അനിയനുണ്ട്, അനിയന്റെ വീട്ടിൽ കയറാത്ത ഇതിനകത്തുമൊക്കെ കാണും. അമ്മ ഇരിക്കുക ഇപ്പം. ഇനി അഥവാ ചേട്ടനും അനിയനും പോയാൽ അവള് പറയും, നിങ്ങൾ പോകുന്നപ്പോ എന്റെ കൊക്കിന് ജീവനുണ്ടാ ഞാൻ അവന്റെ വീട്ടിൽ. അവളും രാവിലെ വേദവസ്തുവായിട്ട് പായുക വെടികൊണ്ട വന്നിയെ പോലെ. ഒരുത്തി IPC-ലോട്ട് ചാടുന്നു, ഒരുത്തി AG-ലോട്ട് കയറുന്നു, ഒരുത്തി മേളിലോട്ട് ന്യൂഇന്ത്യയിലോട്ട് കയറുന്നു, ഒരുത്തി WM-നകത്ത് തള്ളി കയറുന്നു, ഒരുത്തി എന്ന് TPM-ലോട്ട് ഉരുണ്ട് കയറുന്നു. അല്ലേ പമ്മി ഇരിക്കുന്നേ? പാപ്പച്ചായ ഞാനുള്ള കാര്യമാ പറയുന്നേ. അല്ല ഇങ്ങനൊക്കെ ഇല്ലേ? അതൊക്കെ പറഞ്ഞാ മതി. ഉണ്ടെന്ന് രണ്ടുപേരും തമ്മിൽ കൊമ്പ് കോർക്കുക. ചേട്ടനും അനിയനും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. ഞാൻ പെന്തിക്കോസുകാരോട് അല്ല ദൈവം അല്ല സകലരോടും പറയാ, ഉടക്കുണ്ടാക്കരുത് കേട്ടോ. ചേട്ടനും അനിയനും തമ്മിൽ നിന്റെ കയ്യിലിരിക്കുന്ന എന്നാ പുസ്തകമാ? എന്തോ പുസ്തകമാണ് നിന്റെ കയ്യിലിരിക്കുന്നേ? നീ ഇങ്ങനെ വടക്കുണ്ടാക്കിയാൽ നീ ഇടിവെട്ടിച്ചാകുകയേ ഉള്ളു. അപ്പൊ നിങ്ങൾ പറയാ സുവിശേഷ വിലക്ക് ഇങ്ങനെയാണ് സുവിശേഷം, ഇതും സുവിശേഷമാണ്. ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന നീയെ പുസ്തകത്തിലെ വാക്യം കയ്പിന്റെ വേര് പോലും ഉണക്കരുത്. സ്തോത്രം. അലോഗ്യമൊന്നും അലപ്പറയൊന്നും ഉണ്ടാക്കരുത്. ഈ യോസേഫ് ചേട്ടന്മാർക്കെല്ലാം ധാന്യമെല്ലാം കൂടെ ഇഷ്ടം പോലെ, മോനെ ഇതൊന്ന് താഴോട്ട് വെച്ചാൽ എനിക്ക് ഇവരെ ഒന്ന് കാണണം. ഇപ്പോൾ ഒന്നിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവരെ കാണാനും മേല. ഓ വേണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, ചാക്കിനകത്ത് മുഴുവൻ ധാന്യമെല്ലാം കൊടുത്ത് ചാക്കിന്റെ വായെല്ലാം മൂടിക്കെട്ടി യോസേഫ് നിറച്ച് ധാന്യം കൊടുത്തേച്ച് ചേട്ടന്മാരോട് പറഞ്ഞു, പിന്നെ പിടിപ്പത് ധാന്യമുണ്ട്, മുറുക്കി കെട്ടിയിട്ടുണ്ട്, വക്ക് വരെ കെട്ടിയിട്ടുണ്ട്, അപ്പച്ചനുമൊക്കെ കൊണ്ട് കൊടുക്കണം, നിങ്ങളും കഴിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മഴി വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ശണ്ട ഉണ്ടാക്കരുത്. അങ്ങനെ വഴി വെച്ച് യോസേപ്പിന് ഇവനെ എല്ലാം നന്നായിട്ട് ഇവനെല്ലാം സഭായം കഴിയുമ്പോൾ തിണ്ണെ തന്നെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്ന്. ഹോളിനകത്തിരിക്കുമ്പോൾ ഇങ്ങനെ സായിബാബ ഇരിക്കും പോലൊക്കെ ഇവനിരിക്കും. ഇത് കഴിയുമ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ ഇവൻ്റെ താനത് ഷർട്ടുമൊക്കെ അങ്ങോട്ട് കയറ്റി മുണ്ടുമൊക്കെ നീ വീട്ടോട്ട് പോകും, ഞാൻ 2 കാര്യം പറഞ്ഞു വെച്ച്
നിന്റെ 6-ാം മാല് തകരും. ദൈവസഭയെ കടന്ന് വഴക്കുണ്ടാക്കിയ. സഭ വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമല്ല. വഴക്കുണ്ടാക്കണമെങ്കിൽ പ്രത്യേക നോട്ടീസ് അടിച്ച് പറയണം, ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന ഗ്രൗണ്ടിൽ വഴക്ക്. താല്പര്യമുള്ളവർ അന്നേരം നല്ല കൈക്ക് എല്ലാം ഉള്ള ആമ്പിള്ളേർ അടിച്ചതിൻ്റെ. എടാ, സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കാനല്ല വരുന്നേ. ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. നിന്നെ ഭദ്രമായി കാത്ത ദൈവത്തെ സ്തുതിക്കാനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 2 പിള്ളേര് തമ്മിൽ വഴക്കാ. കയ്യനും ഹാബേലും. ഹാബേല് മര്യാദക്കാരനാ, യവൻ കൊന്ത്രാക്കൊള്ളിക്കാരനാ. അടിച്ചു കൊന്നു. ദൈവം ചോദിച്ചു, എന്തിയാടാ സഹോദരൻ? ഉടനെ അവൻ അടുത്ത പറ, ഞാനാ കാവൽക്കാരനാ. ഇന്നും അങ്ങനല്ലേ ചോദിക്കുന്നേ? എന്താ ഇതിന്റെ കാര്യം? ഇതെല്ലാം ഈ അപ്പനും അമ്മയും കണ്ടനുഭവിക്കുക. അപ്പൊ ആരംഭം നല്ലതായിരുന്നു, പക്ഷേ അവസാനം ദോഷമായി തോന്നി, പരിവക്കാടാ. എൻ്റെ പ്രിയരെ, നമുക്കങ്ങനെ വരരുത്. നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. ഒരു കാര്യം കൂടെ പറയാ, അവസാനം കുഴഞ്ഞ ഒരാൾ ഒത്തിരി ഉണ്ട് പറയാൻ. ഒന്നുകൂടെ പറഞ്ഞേക്കാം, അതും പറയാം. ഒന്നാമത്തെ ആ ശലോമോൻ എഴുതിയ പുള്ളി, രണ്ടാമത്തേത് ആദ്യത്തെ പുള്ളി ആദാ, മൂന്നാമത്തേത് ഇടയ്ക്ക് വന്നൊരു പുള്ളിയാ, അറിയാമല്ലോ, ശിംശോൻ. നല്ല പറ്റിയ, മൂന്നും നല്ല പറ്റിയതാ. ശിംശോൻ. അയ്യോ, ആരംഭം നല്ലതായിരുന്നു. ആ വീട്ടിലോട്ട് ദൂതൻ ചെന്ന് പറഞ്ഞു. ദൂതൻ ആ വീട്ടിലോട്ട് ചെന്നത് പറഞ്ഞു, മാനോകയുടെ കുടുംബത്തിലേ ചെന്ന് പറഞ്ഞു, ഒരു കൊച്ചുണ്ടാകുമെന്ന്. അവളെ പറഞ്ഞു, എനിക്കോ? ആ, അമ്മാമ ഒരു കൊച്ചിനെ പ്രസവിക്കും പറഞ്ഞു വെച്ചു. ദൂതനങ്ങ് പോയി. പിന്നെ കാര്യമൊക്കെ പറഞ്ഞ്, വീഞ്ഞും മദ്യമൊന്നും കുടിച്ചാക്കരുത്, കിട്ടുന്നതെല്ലാം തള്ളയെ വലിച്ച് ഊറ്റി കുടിച്ചു ഇരിക്കരുത്, സൂക്ഷിച്ചോണം. അവൻ യഹോവയ്ക്ക് ആശീർവാദസ്ഥനാ. ദൂതൻ ഇത് പറഞ്ഞു വെച്ച് പോയി. മനോക വന്നപ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു, അച്ഛാ ഉച്ചയ്ക്ക് ഒരാളിവിടെ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടി? ദൂതൻ്റെ മനോഹയ്ക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പം ആരംഭമാണ് ദൂതനെ ദൈവം അയച്ച ശിംശോന്റെ ജനനം. നല്ല ആരംഭമാണ്, നല്ല ആരംഭം മാത്രമാണോ? അയ്യോ, ഒരു സിംഹം വന്നപ്പോൾ, ഒരു സിംഹമേ ചാടി ഇങ്ങോട്ട് വന്നപ്പോൾ അവനെ പെട്ടെന്ന് ദൈവാത്മാവന്റെ മേലെ വന്ന് സിംഹത്തെ പിടിച്ച് കീറി ഊരോട്ട് ആട്ടിൻകുട്ടിയെ പോലെ കീറി എന്ന ശിംശോൻ. അങ്ങനല്ലേ മോനെ? കണ്ടോ മോനെ? 13-ാം അധ്യായത്തിലല്ലയോ മോനെ? വായിച്ച മോനെ? അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും കൂടെ തിമ്മിനേക്ക് പോയെന്നാണ് ആ കണ്ണിക തുടങ്ങുന്നിടത്തുണ്ട്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അടുത്ത വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആരംഭം നല്ലതാ, കണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അടുത്ത കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കയ്യിലൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല കയ്യില്. ഞാൻ എൻ്റെ ഒരു ശൈലി പറയാൻ പിണങ്ങരുത് കേട്ടോ. കയ്യിൽ BTH ഇല്ല, BD ഇല്ല, MDH ഇല്ല, MDയും ഇല്ല, ഡോക്ടറേറ്റ് ഒന്നും. അത് തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം, ബൈബിൾ സ്കൂളിലും പൊക്കോണം, കോളേജിലും പൊക്കോണം, ഉപരിപഠനവും നടത്തിക്കോണം. പക്ഷേ ശിംശോന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ പുള്ളിയുടെ കയ്യിൽ അഭിഷേകം ഉണ്ടായിരുന്നു. ചിലക്കങ്ങ് ഇഷ്ടംപോലെ ഡിഗ്രിയാ, പക്ഷേ അഭിഷേകം ഒന്നും. പേരെഴുതുമ്പോൾ താഴോട്ടങ്ങ് ഡിഗ്രി, 2 പേജ് വേണം ഡിഗ്രി എഴുതാൻ. ഇന്നതോ അതും എല്ലാം പുള്ളി കൂടെ പറയുകയും ചെയ്യും. ശിംശോന് ഡിഗ്രി ഒന്നും എൻ്റെ ഭാഷയാണ് കേട്ടോ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന വിദ്യാഭ്യസിച്ചോണം, എത്രയും പഠിച്ചോണം. പക്ഷേ വിദ്യ കൊണ്ട് മാത്രമല്ല, ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അഭിഷേകം വേണം. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചമാണ്. ഏതാ? വിദ്യാഭ്യാസവും അഭിഷേകവും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കരമാണ്. എനിക്കതില്ലാത്ത എൻ്റെ കുഴപ്പമുണ്ട്. ഏതാ? വിദ്യാഭ്യാസം, അഭിഷേകമുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ഉള്ളവർ എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശിംശോന്റെ കയ്യിൽ വേറൊന്നുമില്ല. കയ്യിലൊന്നുമില്ലെങ്കിലും അകത്ത് ദൈവാത്മാവുണ്ട്. ലോകം നോക്കുമ്പോൾ നിന്റെ കയ്യിലൊന്നും കാണുകയില്ല, ലോകക്കാർ നോക്കുമ്പോൾ നിന്റെ കയ്യിലൊന്നും കാണുകയില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ പകർന്ന ദൈവാത്മാവിന്റെ വ്യാപാരമുണ്ട്.
അതുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നിന്റെ കുടുംബക്കാരും ചാർച്ചക്കാരും മിടുക്കന്മാരും ഉന്നതന്മാരും നോക്കുമ്പോൾ നിന്റെ കൈവശം ഒന്നും കാണുകയില്ല. പക്ഷേ അഭിഷേകമുണ്ടെങ്കിൽ, ആത്മ നിറവുണ്ടെങ്കിൽ. ബാലസിംഹം ചാടി വന്നപ്പോൾ ശിംശോൻ പേടിച്ചോടിയെന്നല്ല, പെട്ടെന്ന് ആത്മാവിലും കൊണ്ട് പറഞ്ഞു അങ്ങോട്ടും കുട്ടിയെ പോലെ വായിച്ച പോലെ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. കീറി, എന്റെ ഭാഷ കീറി ഒരേറെ. നമ്മളന്ന് അത് ഉടനെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് അത് ചെയ്ത് എല്ലാവർക്കും. ഇപ്പോൾ ഞാൻ ലൈവിലുണ്ട്. ഓ, ഇതാണ് ഞാൻ കീറിയ സിംഹം, ഇതാണ് തിന്ന, ഇതാണ് മുന്തിരിത്തോട്ടം. ഇപ്പം അങ്ങനെയല്ല എല്ലാവരും കാണിക്കുന്നത്. അന്ന് സമ്പ്രദായം ഒന്നുമില്ലാത്ത കൊണ്ടായിരിക്കും, ഇവനും കാണിക്കാൻ എടുക്കാനായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും നടന്നില്ല. ഇന്നാണ് ഇങ്ങനെ കീറി കഴിഞ്ഞ ഉടനെ അടുത്ത ഇന്റർവ്യൂവിന് ആൾക്കാരങ്ങ്. ഇപ്പൊ എല്ലായിടത്തും അങ്ങ് ഇന്റർവ്യൂവാ. ചിലർ അതിന് അച്ഛന് നടക്കുന്നവരുണ്ട്. എന്തുവാ കൺവെൻഷനെ പറ്റി അഭിപ്രായം? ഇവന് വട്ടാ, ചുമ്മാ ഒരു കുന്തമായിട്ട് അങ്ങ് ഇറങ്ങി വെക്കുക. എന്തുവാ അഭിപ്രായം? വളരെ വിജയമായിരുന്നു. എന്തോ വിജയം, എന്തോ വിജയം. ഇവിടെ ആത്മാക്കൾ വല്ലതും രക്ഷിക്കപ്പെട്ടോ? ആരേലും സ്നാനപ്പെട്ടോ? ഈ യോഗത്തിൽ ആരും അഭിഷേകം പ്രാപിച്ചോ? ആരേലും യഥാസ്ഥാനപ്പെട്ടോ? അങ്ങനെയൊക്കെയാ വിജയം. യോഗം കഴിഞ്ഞപ്പോൾ അലപ്പറ ഉണ്ടാക്കിപ്പോയി, രണ്ടുപേര് കഴിക്കാതെ പോയി. ഇപ്പൊ അങ്ങ് മുഴുവൻ ഇന്റർവ്യൂ. എന്നോടൊരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛാ ഒരു ഇന്റർവ്യൂ. ഞാൻ എന്താ പറയുക, ഈ കൺവെൻഷൻ. ഞാൻ പറഞ്ഞു, എടാ പോട്ടാ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ കൺവെൻഷൻ തുടങ്ങിയാൽ ഞാൻ അതിന് എന്നെ അഭിപ്രായം പറയാൻ. ഞാൻ പിന്നെ എൻ്റെ ഭാഷയിലാണ് പറഞ്ഞു, എടാ എൻ്റെ തന്ത ഉണ്ടാകുന്നതിന് മുന്നേ കൺവെൻഷൻ തുടങ്ങിയതാ, ഞാനിതിനെ പറ്റിയ ഞാനല്ല അഭിപ്രായം. നീ കണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു, നീ എന്തോ അഭിപ്രായം പറയാനാ? അല്ല, നീ പറഞ്ഞാൽ ഇത് വല്ലതും വില പോകുമോ? പോകുമോ? എന്നാ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പം എല്ലാം ഇന്റർവ്യൂ. എങ്ങനെയുണ്ട്? ചിലരന്ന് അടുക്കളയിൽ കയറി നടക്കുക. ഇതെന്തോ അത് തട്ടുദോശ, ബീഷ്, ഓ അതെന്തോ അത് ചപ്പാത്തി, ഓ ഇതെന്നതാ സാമ്പാർ കല, അതാണ് അവിടെ എടുക്കുന്നത്. ഉമ്മ അടുക്കള നിരങ്ങി, നീ എന്നെ കണ്ടുപൊത്തിയിരിക്കുന്നു. ഉള്ള കാര്യമായി പറഞ്ഞു. നിങ്ങളുടെ അവിടെയും വന്നോ? ഇല്ലേ? ഇവിടെ വന്നോ? എല്ലായിടത്തും ഇന്റർവ്യൂ. ഇന്നാണ് ശിംശോൻ കിടക്ക വന്ന് പറയും, ഹായ് സാംസൺ. അങ്ങനല്ലേ പാപ്പച്ച? പിന്നെ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. സാംസൺ, സാംസനെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ന്യൂസ്, സാംസൺ ലയണെന്നല്ലേ സിംബ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെന്നേ. പിന്നെ കീറിയതായിട്ട് ഉടനെ സാംസൺ കീറി. ഉടനെ പുള്ളി ഒന്നുകൂടെ ടൈവല്ല നോട്ട്, ഉടനെ ഒരു കോട്ട് കൂടെ എടുത്തോളാം, കീറിയതല്ലേ. ഉടനെ ഇന്റർവ്യൂക്കാരൻ, എത്ര നാൾ കൊണ്ട് ഇങ്ങനെ കീറുന്നു? ഉടനെ പുള്ളി, അധികം നാളായില്ല കീറാൻ തുടങ്ങിയിട്ട്, പിന്നെ അടുത്ത കാലം മുതലാണ് ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഉടനെ പുള്ളി കേട്ട ഡയലോഗൊക്കെ വേറെയാ, കീറുന്ന ശുശ്രൂഷ. നേരത്തെ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്? നേരത്തെ ഞാൻ കുമ്പനാട്ടിരുന്നതാണ്, അവിടെ വെച്ച് കീറിയിട്ടുണ്ട്? ഇല്ല, കാറിയിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഇപ്പം നടക്കുന്ന വിനകൃതികള്. എടാ, നീ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് വല്ല ഗുണമായോ? മകത്വം ദൈവത്തിന് കൊടുക്ക. ഇവിടെ ഒന്നും അല്ല ഇതിന്റെ പ്രതിഫലവും ഒന്നും കണക്ക്, എല്ലാം ദൈവത്തിന് കൊടുക്ക. മനസ്സിലായോ? ശിംശോന് ഒന്നും വേണ്ടിയില്ല, അത് ആരോടും പറഞ്ഞുമില്ല കേട്ടോ, ഒരുത്തരോട് പറഞ്ഞില്ല. കീറി എറിഞ്ഞാച്ച് പുള്ളി അങ്ങ് പോയി. ഇങ്ങനെയൊക്കെ ആരംഭം വളരെ നല്ലതായിരുന്നു ശിംശോന്റെ, വളരെ നല്ലതാണ്. പക്ഷേ അവസാനം പുള്ളി പരുവക്കേടായെന്നാ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അവസാനം പരുവക്കേടായി. ശിംശോൻ എന്ന വാക്കിന്റെ ഒരു അർത്ഥം വെളിച്ചമെന്നാ, ലിറ്റിൽ ലൈറ്റ് എന്നാ. ലിറ്റിൽ തെറ്റിയോ? ഏനാ നിങ്ങൾ എഴുമറ്റുകാരല്ലേ, UPF ആൾക്കാരല്ലേ? തെറ്റിയോ? ഒരു 4 പേര് ഒത്തോണ്ടിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, വാക്കിന്റെ അർത്ഥം വെളിച്ചമെന്ന, ആരംഭമേ വെളിച്ചമാണ്. പക്ഷെ അവസാനം പരുവക്കേട്. എന്നാ പരുവക്കേട്? ഒറ്റ വാക്കി പറയാം, കണ്ണുമെല്ലാം കുത്തി പൊട്ടിച്ചു, വെളിച്ചമൊന്നുമില്ല.
വാക്കിന്റെ അർത്ഥം വെളിച്ചമെന്ന. അവസാനമോ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് പുള്ളി ഇപ്പോ എവിടാടാ തൂണ്? താപ്പ് കാക്കണം തൂണെവിടാ? അതെന്നാ ഞാൻ പറയാം. കണ്ണിന് കാഴ്ച ഉള്ളപ്പം നീയോ, കണ്ണിന് കാഴ്ചപ്പോൾ നീ മമ്മി ദലീലെ നോക്കി നിൽക്കുകയല്ലായിരുന്നു? കണ്ണിന് കാഴ്ച ഉള്ളപ്പോളേ ഹായ് ദലീല ഇതല്ലായിരുന്നു കാഴ്ച ഉള്ളപ്പം. അവളുമായിട്ട് മിസ് കോളും ഒക്കെ വിട്ട് തോട്ടത്തിൽ പോയിരുന്ന് അവിടെ മടി പമ്മി കിടന്ന് ഉടനെ അവളിങ്ങനെ കൈ കൊണ്ട് തലയെല്ലാം ഒന്ന് കോതി സാംസൺ അയ്യോ ഉള്ള ഞാൻ എൻ്റെ ശൈലി പറയുന്ന ഉള്ള കാര്യമായി പറയുന്നേ, ഉള്ള കാര്യമായത് ഞാൻ എന്നും നിർമ്മിച്ചത്. ഈ ബാബച്ച വേറെ സ്വത്തിലുള്ളതല്ലേ ബാബച്ച, കോതിയൊന്നും എഴുതിയിട്ടില്ല. എടാ കണ്ണിന് കാഴ്ച ദൈവം തന്ന സമയത്ത് നീ കണ്ണ് മേളിലോട്ട് വല്ലതും നോക്കിയോ? പുസ്തകത്തിൽ വായിക്കുന്ന ഞാൻ എന്റെ കണ്ണ് ദലീലെ നോക്കുമെന്നല്ല, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നിൽ ചേർന്ന് പാട്. ഇസ്രായേലി കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല, യഹോവയിൽ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമോട്ടും, യഹോവയിൽ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമോട്ടും. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകളിൽ ഉണയരോളം വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എന്നെ കണ്ണുകൾ, ഉണയരോളം വൻകീരിയിൽ. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, സഹോദര, സ്നേഹിത, കണ്ണിന് കാഴ്ചയുള്ളപ്പോ എന്റെ ഭാഷയാ, നീ വേറെ പുസ്തകം വായിക്കാൻ നിന്റെ കണ്ണുകള് സ്വർഗത്തിലേക്ക് ഉയർത്തണം. നിനക്ക് കൈക്ക് ആരോഗ്യമുള്ളപ്പോ കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാലിന് ആരോഗ്യമുള്ളപ്പോ നടന്ന് യോഗത്തിന് വരണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം ദൈവത്തിന്റെ വചനം വായിച്ചോണം. ഉപവസിക്കാൻ ആരോഗ്യവും ബലമൊക്കെ ഉള്ളപ്പം ദൈവസ്ഥനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. മനസ്സിലായോ? എന്നാലും എല്ലാം വേണ്ടാതിനും എല്ലാം കണ്ട് ആവശ്യമില്ലാത്തതെല്ലാം കണ്ട് അവിടെ മടിയിലും പോയി കിടന്ന് അവള് തലയെല്ലാം കൂടെ കോതി. അതുകൊണ്ട് പറഞ്ഞു, സാംസൺ എങ്ങനെയാ ഇതിന്റെ ശക്തി? അവൻ പറയൂല. ഓ അങ്ങ് കിടന്ന് കൊഞ്ചുക. ഉടനെ അവള് പിന്നെ നിർബന്ധിച്ചു, അല്ലേലും നിനക്ക് എന്നോട് എന്തിനേറെ ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. ശക്തിയുടെ രഹസ്യമെല്ലാം പറഞ്ഞു കൊടുത്ത് അവൾ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ചണനാര് കൊണ്ട് ആദ്യമൊക്കെ ഒന്ന് ബന്ധിച്ചു. ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. എന്നിട്ട് പുള്ളി മാത്രമാണോ അവിടെ മടിയിൽ കിടന്നോണ്ട് ഇപ്പൊ പുള്ളിയുടെ പരിപാടി പരിസരെ ഒതുക്കുവൊന്നുമല്ല, കടങ്കഥ പറയുക. ഞെട്ടില്ല ആ വട്ടകല ദലീലയുടെ മടിയിൽ കിടന്ന്. ഉടനെ അവള് പറഞ്ഞു പപ്പടം. ഉടനെ അടുത്തത് മുറ്റത്തെ ചെമ്പിന് അടപ്പില്ല. ഉടനെ അവള് പറഞ്ഞു എന്തോ കിണറ്. ഉടനെ അഭിഷേകം പ്രാപിച്ചാനെ അവിടെ മടിയിൽ കിടന്ന്. ഉടനെ അടുത്തത് ഉടുപ്പ് ഊരി കിണറ്റി ചാടി. അവള് പോലോ പോലെ ഹിന്ദി കൂടി ഇരിക്കട്ടെ, ഇംഗ്ലീഷ് മാത്രം മതിയോ? എവിടെ കിടന്നോണ്ടായി പറയാനെ? ഇതുകൊണ്ട് ഒതുങ്ങിയോ? അതുകൊണ്ട് തീർന്നില്ല. ഉടനെ അവളോട് ചോദിച്ചു, എടി തിമ്മിനൽ സിസ്റ്ററുടെ നമ്പർ ഉണ്ടോ? വേറെ ഉണ്ട്, തിമ്മിനൽ സിസ്റ്റർ. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ എല്ലാ നമ്പരും മേടിച്ചു പരുവക്കേടായി. കാഴ്ചയുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ആയുസുള്ളപ്പോൾ ഒന്നും ദൈവത്തെ വിളിക്കുന്നില്ല. അവസാനം ബയോപ്സി കഴിയപ്പോൾ റിപ്പോർട്ട് വന്ന് പരുവക്കേടാണ്. ഉടനെ പറയാ പാഷ്, പിന്നെ പാഷ്. ഉടനെ തള്ള വന്നു, അല്ലല്ലോ തള്ളയുടെ മോങ്ങല് അങ്ങേയറ്റം പറ്റിയപ്പം മനസ്സിലാകുന്നുണ്ടോ വല്ലോ? നിന്റെ യൗവനകാലത്ത് ശ്രദ്ധാവിന് ഓർത്തോണം.
ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ദിവസം നിന്നെ സമീപിക്കും. ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, അവസരം കിട്ടുമ്പോൾ നീ ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ഹല്ലേലൂയ. ആര് തന്നെ പറഞ്ഞാലും നീതിയിൽ വഴി തേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൽ വഴി തേടാതെ, പാപമങ്ങനെ ചെയ്തവർ പരമാധിയോ നശിച്ചിടും. പാപമങ്ങനെ ചെയ്തവർ പരമാധിയോട് ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുതേ, വിദ്യാധിയിൽ വീഴരുതേ. ദൈവക്രോധത്തിൽ നീയും ചാകരുതേ, വിദ്യാധിയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, മഴ പെയ്യുന്നുണ്ട്, അങ്ങോട്ടൊക്കെ കയറിയിരിക്കും, അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാൻ? മഴ ഇപ്പൊ പെയ്യരുതെന്ന് എങ്ങനെയാ പറയാൻ? അമ്മ അകത്തോട്ട് കയറിയിരിക്കമ്മേ. ഇതൊക്കെ ഇപ്പൊ അങ്ങ് നിൽക്കും. അവിടെ മതി, ഇതൊക്കെ നിൽക്കുവന്ന്. ദൈവത്തിന്റെ മഹത്വം. ദൂരത്തിരിക്കുന്നവർ ഓർക്കുന്ന എന്തുവാന്ന മഴയാ കേട്ടോ, അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മഴയാ. ഇതും അങ്ങ് മടക്കിക്കോ മോനെ. ഇത് നിന്ന് പെയ്യത്തില്ല, ഇനിയിപ്പോൾ അങ്ങ് മാറും. ഇതിപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കാനൊന്ന് പെയ്യിച്ചെന്നേ ഉള്ളൂ. അവിടെ ഇവിടെ ഇരുന്നല്ല, എല്ലാം ഒന്നിച്ചെന്നിരിക്കാനായി, ഇനിയിപ്പോൾ അങ്ങ് മാറും. അപ്പൊ ശ്രദ്ധിച്ചേ, ആരംഭം വളരെ നല്ലതാ, അവസാനം പരുവക്കേടായി. കാഴ്ച കള്ളപ്പോളേ, ദൈവം കാഴ്ച തന്നപ്പം മൊബൈലില്ലായിരുന്നോ പണി മുഴുവൻ? ഇരുന്നങ്ങ് മാന്തുക തോണ്ടുക. അർദ്ധരാത്രി ആയാലും ഉറങ്ങുവോ? ഉണ്ട്, ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്. നാടൻ ഭാഷ മുതുപാതിരായാലും ഉറങ്ങുകയല്ല. ഈ ഇങ്ങനെ തോണ്ടി മാന്തിയും കണ്ട് അവസാനം കട്ടിലങ്ങ് മലന്ന് കിടക്കുക, അന്നേരം കാണുക. കണ്ട് അവസാനം കണ്ണിന് കാണുമ്പോളെയല്ല നെഞ്ചത്തോട്ട് വീണു മൊബൈൽ, കിടന്നങ്ങ് ഉറങ്ങി. ഉള്ള കാര്യമായി പറയാന്, നേരം വെളുത്ത് കണ്ണ് കിള്ളി പൊളിക്കുമ്പോൾ തപ്പുക. വേറെ പുസ്തകമൊന്നുമല്ലല്ലോ തപ്പുന്നേ. ദാവീദ് പറഞ്ഞത്, ഞാൻ രാവിലെ നിനക്കായിട്ട് ഒരുക്കി കാത്തിരിക്കുവന്ന, ഇത് കട്ടിലേ കിടന്ന് തപ്പുക. കാണുന്നില്ലെന്ന് എന്തുവാ? പിടികിട്ടും. ചിലര് പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും അല്ല രാവിലെ എഴുന്നേക്കുന്നത്, മൊബൈൽ അടിച്ചു, അതിന്റെ ശബ്ദം കേട്ടാ എഴുന്നേക്കുന്നത്. ഉടനെ അവനെ നോക്കി, അയ്യോ ഇത് നമുക്ക് വേണ്ടപ്പെട്ട പറഞ്ഞാട്ടെ. ഉടനെ ആണുങ്ങളാന്ന് എങ്ങനെയാണെന്നറിയോ, മുണ്ടിങ്ങനെ പറഞ്ഞാട്ടെ. എന്താ പാടാ? ഇപ്പൊ താണ്ട കണ്ണും എല്ലാം കുത്തിപ്പൊട്ടിച്ച് കിടന്ന് തപ്പുക, ഊണ് എവിടാന്ന്. നേരത്തെ മൊബൈൽ എവിടാന്നാ തപ്പിയേ? മൊബൈൽ എവിടാന്ന് തപ്പിയവൻ ഇപ്പം ഊണ് എവിടാന്ന്. അയനാ ലാസ്റ്റ് ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവാന്ന്. അവസാനം പരുവക്കേടായി. ദൈവത്തിന് മകത്ത്. ഇന്ന് രാത്രി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നിനക്ക് തരുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ദൈവം നിനക്ക് തരുന്ന സാവകാശമൊന്നും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാത്രി രക്ഷാദിവസമാ, ഈ രാത്രി സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി കർത്താവിന് ഹൃദയം കൊടുക്ക്. ഈ രാത്രി ദൈവം നിന്നെ രക്ഷിക്കുമെന്ന്. ലഭിക്കുന്ന അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ശിംശോന് നല്ല അവസരം ദൈവം കൊടുത്തതല്ലേ, അതെല്ലാം തട്ടിത്തൂവി കളഞ്ഞു വെച്ച് അവസാനം അപ്പോൾ ആരംഭം നല്ലതാ, അവസാനം പരുവക്കേടാ. ഞാൻ പറയാൻ വരുന്നത്, ആരംഭത്തെക്കാൾ അവസാനം നല്ലതായ ധാരാളം ആൾക്കാർ ബൈബിളിലുണ്ട്. അതിൽ രണ്ടുപേരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആ രണ്ടുപേരുടെ കാര്യം, ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇടയ്ക്ക് കയറി പറയാം. ആരംഭം നല്ലതാ, ഇടയ്ക്കൊരു പരുവക്കേടായി, പിന്നെ ഒടുവിൽ നന്നായി. അതാ പത്രോസ്. ആരംഭം നല്ലതായിരുന്നു, ഇടയ്ക്ക് ഒരു ചെറിയ പരുവക്കേട് വന്നു, പക്ഷെ ഒടുവിൽ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഇന്നൊന്നും പോയി പറ്റുണ്ടാകുകയല്ല. എന്നാൽ മറുവശമുണ്ട്, ആരംഭവും അവസാനവും ഒരുപോലെ നന്നായ ആളുണ്ട്. വേറെ പുസ്തകത്തിൽ അതിന് പ്രധാനപ്പെട്ട ഒരാളാ മോശെ. ആരംഭം ഏതാ? ജനിച്ചപ്പോഴേ നല്ലതായിരുന്നു. വായിച്ച് മോശയുടെ ജനനത്തെ പറ്റി 3 പദമാണ് കൊടുത്തേക്കുന്നത്. സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ. അടുത്തൊരു പദമുണ്ട്, ദിവ്യ സുന്ദരൻ. 7:20.
അപ്പോസ്തല പ്രവൃത്തി 7 പുറപ്പാടല്ല മോനെ, പുറപ്പാട് 2:4 വേറെ കിടപ്പുണ്ട്, 2:2 അതല്ല ഇതിപ്പോ. ആ കാലത്ത് മോശ ജനിച്ചു. അക്കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. ദിവ്യസുന്ദരനാ. ജനനം കണ്ടോ? ദിവ്യസുന്ദരൻ. വേറെ പഠിതാക്കള് ഈ വാക്യത്തെ പറ്റി വ്യാഖ്യാനിക്കുന്നത് ദിവ്യ സുന്ദരൻ എന്ന പദം വന്നത് ഒരു ദൈവിക ചൈതന്യവും കൃപയുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ ദൈവിക പരിവേഷം ഈ ശിശുവിനുണ്ടായിരുന്നു. ഒരു ദൈവ കൃപയോടുകൂടിയ മോശയെ ജനിച്ചത്. അതുകൊണ്ടാ മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഫറവോന്റെ പുത്രി കണ്ടിട്ട് കൊല്ലാതിരുന്നത്. അവള് നോക്കിയപ്പോൾ എബ്രായ കുട്ടിയാ, പക്ഷെ കൊല്ലാൻ തോന്നിയില്ല. അതിന്റെ കാര്യമത്ത് ഒരു ദൈവിക ചൈതന്യം ഈ കുട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആരംഭം അതിശ്രേഷ്ഠമാണ്, അവസാനവും അങ്ങനെ തന്നെ. അറിയാമല്ലോ. വായിച്ചേ മോനെ, ആവർത്തനം 34:5 വായിരു മോനെ. ആവർത്തനം 34:5 പെട്ടെന്ന് വായിച്ചു. അവസാനം എങ്ങനെ ആയിരുന്നു വായിര്. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. എങ്ങനെയുണ്ട് അവസാനം? നല്ല അവസാനമല്ലേ? പിച്ചുമ്പേയും പറഞ്ഞു എത്തന്നാണ് വേണ്ട, അതിങ്ങനെ വിളിച്ചു കൂപ്പിച്ചെത്തന്നാന്നോ? അപ്പച്ചനെ ഒന്ന് കാണണോ? അയ്യോ ഇപ്പൊ കാണരുത്, ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു കിടക്കുക. അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ തെറി. അങ്ങനെയാണോ മോശ? അമ്മച്ചി, ആരുടെ അമ്മച്ചി? പിന്നെ പറയുന്നത് ഡാഷ് ഡാഷ് ഡാഷ്. നമ്മൾ ഓടുക. ഈയിടെ ഞാനൊരു തള്ളയെ കാണാൻ പോയി. അയ്യോ, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ, വന്നവരെ വിടിവിക്കട്ടെ. പക്ഷെ ഇത് നമ്മൾ വിധിക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ ഞാനെന്ത് ഒന്നുകൂടെ ഗുണപ്പെട്ടോണം. അതിനാ ഇത് പറയുന്നത്. അല്ല, നമ്മളവരെ വിധിക്കാനൊന്നുമല്ല. ഇതൊക്കെ കാണുമ്പോൾ വളരെ ഭയത്തോടെ ദൈവത്തെ സേവിച്ചോണം. മോശയുടെ ആരംഭം ദിവ്യസുന്ദരൻ, അവസാനം അതിശ്രേഷ്ഠ. ഒന്നുകൂടെ വായിച്ചേ മോനെ, 34:5. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ, യഹോവയുടെ ദാസനാകുന്ന മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അയ്യോ, വചനമെല്ലാം തെറ്റിച്ച് മരിച്ചെന്നല്ല, വചനമെല്ലായിട്ട് ഉഴപ്പിയ ചെയ്യാത്തന്നല്ല, വചനപ്രകാരം മരിച്ചു. അടുത്ത വാക്യം കൂടെ വായിര്. അവനവനെ മോവാബ് ദേശത്ത് ബേത്പയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. പദം ശ്രദ്ധിച്ചോ? അവൻ, ഞാൻ ഇങ്ങനെ പറഞ്ഞേ, അവനെ അടക്കി. ആരടക്കി? ദൈവമടക്കി. എന്തോ ഭാഗ്യമാണ്. സർവജ്ഞനായ ദൈവം മോശയെ അടക്കി, വചനപ്രകാരം മരിച്ചു. അപ്പൊ ആരംഭം നല്ലതാ. ഞാൻ നിർത്തുക പെട്ടെന്ന്, മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. എന്തുവായി സമയം? 9:15. പാപ്പച്ചായ ഒരു 9:30 നിർത്തട്ടെ. 10:30 വരുമോ? തോടുകളിൽ മാനെ പോലൻ മനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനെ പോലൻ മനസമീശനിൽ സുഖം തേടി. തോടുകളിൽ മാനെ പോലൻ മനസമീശനിൽ സുഖം തേടി. തോടുകളിൽ മാനെ പോലൻ മനസമീശനിൽ സുഖം തേടി. തോടുകളിൽ മാനെ പോലൻ മനസമീശനിൽ സുഖം തേടി.
നിർവൃത്തിയരുളി. വചനത്തിൻ നദികൾ വറുമയകറ്റി നിർവൃത്തിയരുളി. ഒന്നേയുള്ള ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള ആനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായിരിക്കണം. ഞാൻ 3 പേരുടെ കാര്യമാ അവസാനം പരുവക്കേടായത് പറഞ്ഞത്. അവസാനം വളരെ പ്രയാസമായിരുന്നു. ഒന്ന്, ഈ പുസ്തകം എഴുതിയ ശലോമോൻ. ആരംഭം നല്ലത്, അവസാനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. വിശ്വാസവീരന്മാരുടെ പട്ടികയെ പോലും എബ്രായ ലേഖനം 11 2, ആദാമാണ്. ആദ്യ മനുഷ്യൻ ദൈവം തൻ്റെ തൃക്കൈ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അവസാനം പരുവക്കേടായി. സ്തോത്രം സ്തോത്രം. 3, ശിംശോൻ. ദൂതൻ വീട്ടിൽ വന്നാ ജനിക്കുന്ന കാര്യം പറഞ്ഞു. യഹോവയ്ക്ക് നാസീ വ്രതസ്ഥനുമാണ്, നല്ല വ്രതമാണ്. നാസീ വ്രതസ്ഥന്റെ പ്രമാണമുണ്ടല്ലോ, വായിച്ചേ. സംഖ്യ 6, പെട്ടെന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 1, 2 വേഗത്തിൽ വായിക്കും. വ്രതം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാ, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്. ദീക്ഷയല്ല, ദീക്ഷയാ. ഇപ്പൊ ആൾക്കാര് ദീക്ഷയാനം പറഞ്ഞ് ദീക്ഷയുടെ കാര്യമല്ല, ദീക്ഷിക്കുമ്പോൾ. അതാ രണ്ടും രണ്ടാ. ദീക്ഷ വെക്കുന്നോ വെക്കാതിരിക്കുമോ നമ്മുടെ വിഷയമല്ല. പക്ഷേ നേരും ചൊവ്വിനുമൊക്കെ വെക്കുക എടുക്കുകയും ചെയ്യണം. തിരുമാഴ്ച വരുമ്പോൾ നിന്നെ മീജ എല്ലാം കൂടെ ഇതിനകത്ത്. ഇപ്പം പിന്നെ എല്ലാവർക്കും ഔട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് ആട്ടെ. വായിച്ചോ. ദീക്ഷയാവിത്. വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. അപ്പം ഇത് വർജിക്കണം, കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിപ്പഴം വന്നതിൽ ഞാനിങ്ങനെ ഒരു രസവും പാടില്ലെന്നുള്ളതാ. പിന്നെ മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. എന്നാലാ മുന്തിരിത്തോട്ടത്തിന് ഇടയിൽ കൂടെ കയറി പോകുന്നത് എങ്ങനെയുണ്ട്? എന്നാലും സിംഹം എടുത്ത് ബാലസിംഹം മുന്തിരിത്തോട്ടത്തിന്റെ അകത്തൂടെ പോയപ്പോൾ അങ്ങനല്ലേ മോനെ മുമ്പേ വായിച്ചേ.
ഒന്നുകൂടെ വായിച്ചു, എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അതിന്റെ ഇവൻ പെണ്ണ് കാണാൻ പോയ ചരിത്രം പറയാൻ. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. അതൊക്കെ നല്ല മര്യാദയാണ്. പെണ്ണിനെ കണ്ടേച്ച് വന്ന് പറഞ്ഞല്ലോ, അവളെ വിളിച്ചോട്ട് പമ്മി കൊടിയുടെ കീഴിൽ വെച്ച് ചൂള പഠിക്കുമ്പം. പണ്ടൊരാള് ഒരു ഭാര്യയെ പിള്ളേരുടെ ഭാഷ ഞാൻ അടിച്ചെടുത്ത് വന്ന് വാഴയുടെ മൂട്ടി വെച്ചെന്നാ. എന്നുവെച്ചാൽ അമ്മ ഞാനൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാൻ. അപ്പം തള്ള ഓർത്ത് വല്ല മീനോ വീട്ടു സാമാനം വല്ലതും നടന്ന കാര്യം. എവിടെയാടാ വെച്ചത്? ആണ്ടാ വാഴയുടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അവളെ കൊണ്ട് അവിടെ സെറ്റ് ചെയ്ത് അമ്മ പറഞ്ഞു വിടാം. എൻ്റെ അമ്മയോട് പറയാം ഒരു സാധനം അവിടെ വാഴയുടെ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തോണ്ട്. തള്ള പയ്യെ ചെന്നപ്പോൾ നിൽക്കുന്ന ആളുടെ മേരിക്കുട്ടി. പിന്നെ ആകെ ഒരു മോനേ ഉള്ളൂ. എന്തോ ചെയ്യാനാ, നല്ലൊരു തള്ളയായിരുന്നു. പിന്നെ അവളെ കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ട് കയറ്റി. പിന്നെ അവളും വലിയ കുഴപ്പമില്ലായിരുന്നു, തള്ളയെ നോക്കി. ഇവിടെ ശിംശോനെ ഒരു പെണ്ണിനെ കണ്ടേച്ച് വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞു. എന്നിട്ട് അടുത്ത കണ്ണിക തുറക്കുന്നുണ്ട്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. അങ്ങനെ പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ അവിടെ എത്തി. മുന്തിരിയുടെ ഒരു രസോ അരുത്. അന്നേരം പുള്ളി തോട്ടത്തിനകത്ത് കയറി. കാടിയാകട്ടെ കുരുവാകട്ടെ തൊലിയാകട്ടെ ഒന്നും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കയറി. അതിനകത്ത് കയറി. അകത്ത് കയറിയപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ എന്തുവാ ഉണ്ടാകേണ്ടത്? ഉറക്കെ പറ. മുന്തിരിങ്ങായ പിന്നെ ഇതിനകത്ത് നിന്ന് വന്നത് എന്നതാ? വായിര് യെശയ്യാ 5:1 വായിര്. പെട്ടെന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിര്. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. പിന്നെ എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ, ഈ മുന്തിരി അവിടെ ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ അവൻ അതിന് വേലി കെട്ടി. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിന് വേലിയുണ്ട്. കാശുള്ളവൻ വേലി കെട്ടിച്ചുണ്ട്, കാശുണ്ടെ മതിൽ കെട്ടും. വേലി കെട്ടി. പിന്നെ അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലെല്ലാം ഉണ്ട്, അതൊക്കെ പെറുക്കി ഒക്കെ കളയണം. ഇപ്പൊ അങ്ങനെ കല്ല് പെറുക്കാനും നോക്കത്തില്ല. ആകെ 2 കല്ലേ ഉള്ളത് പെറുക്കി കളഞ്ഞ. ഞായറാഴ്ച ആകുമ്പോൾ ഒരു കല്ല് 10:30 വരും, മറ്റൊരു കല്ല് 11:30 ഉരുണ്ടിങ്ങോട്ട് വരും. ഒന്നും പിടി കിട്ടുന്നില്ല. പിന്നെ അപ്പൊ ഈ കല്ല് പെറുക്കി കളഞ്ഞു. പിന്നെ അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. പിന്നെ നടുവിലൊരു ഗോപുരവും ഒരു ഗോപുരം. ഏതാ എല്ലാം കാണാനേ ഗോപുരവും പണിത്. പിന്നെ ഒരു ചക്കുമിട്ടു. ചക്കിട്ട് അതെന്ന് വെച്ചാൽ ഇതിന് ഫലം ഉണ്ടാവുമല്ലോ. അപ്പൊ മുന്തിരിത്തോട്ടത്തിൽ ഇതൊക്കെയാ കാണേണ്ടത്. എന്തുവാ? ഗോപുരം കാണണം, ചക്ക് കാണണം, മതില് കാണണം, അല്ലെ വേലി കാണണം, നല്ല വക മുന്തിരിവള്ളി കാണണം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലൊന്നും. ഇതൊക്കെയാ പ്രമാണം. പക്ഷെ ഇവിടെ ശിംശോനും തള്ളയും എല്ലാം കൂടെ ചെന്നപ്പോ എന്തുവാ മുന്തിരിത്തോട്ടത്തിനകത്ത് ഓർക്കുമാണോ? ബാലസിംഹം. ശിംശോന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് ഇത്ര ബാലസിംഹം. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് എങ്ങനെയാ ബാലസിംഹം കയറിയത്? എങ്ങനെ കയറി? അതിന് ഞാൻ വേറൊരു കാര്യം അങ്ങ് പറയാം. അപ്പോളേ ഇതിന്റെ വേലിയും മതിലും എല്ലാം പൊളിഞ്ഞു. വേലിയും മതിലും പൊളിഞ്ഞു പോയത് കൊണ്ടല്ലോ ഇതിനകത്ത് ഒരു വാക്യം വായിച്ച മോനെ. പൊളിയാൻ കാര്യം എന്നാന്ന് സദൃശ്യമാക്കി 24:30 അറിയാമല്ലോ. വായിച്ചേ, പെട്ടെന്ന് വായി. 24:30 അല്ലേ പാപ്പച്ചായ? വലതുവശത്ത് മേളില് ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. ഈ പുള്ളി എല്ലായിടത്തും അങ്ങ് പോകുക. അവസാനം പരുവക്കാടാണെങ്കിലും പുള്ളി എല്ലാം പോകാൻ തലവന്നു. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപം കൂടെ പോയി. അടുത്തത് അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ കൊണ്ട് നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിനകത്ത് എങ്ങനെ തൂവയും മുള്ളും കയറിയത്?
എടാ ദൈവസഭ കെട്ടിയടച്ചൊരു തോട്ടമാ, മുദ്രയിട്ടൊരു കിണറാ, നല്ല വക മുന്തിരി വള്ളി അതിനകത്ത് നട്ടറ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. ഇതിനകത്തൊരു ചക്ക കുടിച്ചിട്ടൊരു ഗോപുരവും പണിതു. പിന്നെ ഇപ്പൊ എങ്ങനെ ഈ മുള്ളും എന്തുവാ തൂവയല്ല, ഒരുമാതിരിപ്പെട്ടെടുത്തെല്ലാം തൂവയാ കേട്ടോ. ഞായറാഴ്ച സകല തൂവേ. ആ വന്നുള്ള നോട്ടോ ഇരിപ്പൊക്കെ കാണണം. ഓരോരോ മുള്ളും തൂവയൊക്കെ വന്ന് മിക്കടുത്ത് വിരിക്കുക. ചില തൂവയ്ക്കൊക്കെ പ്രത്യേക കസേരയാ. അതാ അത് തൂവയുടെ കസേരയാ. അയ്യോ, തൂവ എപ്പം വരും? ചിലപ്പം വരും. എന്നാ ഇരുന്നോട്ടെ. ഇല്ല, വന്നാലും വന്നില്ലേലും അത് കയറി ഫിക്സഡാണ്. അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഇത് ഇടിയാനൊക്കെ കാര്യം എന്നാ? അതിന്റെ മേളത്തെ വാക്യം വായിച്ചേ. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവൃത്തികൾക്ക് പകരം കൊടുക്കുമെന്നും പറയരുത്. പിന്നെ ഞാൻ മടിയന്റെ കണ്ടത്തിനിരിക്കുകയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അപ്പൊ ഈ മടിയും ബുദ്ധിഹീനത നിമിത്തമായി ഇതിനകത്ത് സിംഹമൊക്കെ കയറുന്നത്, വേലി പൊളിച്ചത്. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടി കിടക്ക. മടിയനെ സാക്ഷാ ചുഴിക്കകത്ത് വീഴും പോലെ പിന്നെയും കിടക്കയില്. ചില കണ്ട് ഒരു ജോലിക്കും പോകുകയല്ലേ, രാവിലെ തിന്നെ കയറി കാലും വെച്ച് വറപ്പിച്ചിരിക്കും. എന്നിട്ട് പറയാം മോളി കാപ്പി, പിന്നെ കൂപ്പി. എടാ എന്തെങ്കിലും പണിക്ക് പോവും. എപ്പ നോക്കിയാലും കലുങ്കേ കാണും. ഇല്ലെങ്കിൽ ആളതാമസം ഇല്ലാത്ത വീടിന്റെ തന്നെ എന്നുവെച്ചാൽ അവളോട് പറയാം നീ അയൽക്കൂട്ടത്തിൽ നിന്ന് ഇച്ചിരി കാശ് എടുക്കടിയെന്ന്. ഉടനെ അവള് നേരെ അയൽക്കൂട്ടത്തിലോട്ട് ഇന്നാളൊരു തള്ളേനോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞാൽ അയ്യോ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയല്ല. ഞാൻ ചോദിച്ചാൽ എന്നെ ലോൺ എടുത്തിട്ടുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് ഏത് പോരാത്ത പെണ്ണുങ്ങളാന്ന്, അതൊരു പ്രത്യേക പെണ്ണുങ്ങളാ. എന്തുവാ ഇതിനകത്തൊക്കെ കാണും. ഒരു ജോലിക്ക് പോകല, മടി, ഇങ്ങനെ അങ്ങ് കിടക്കുക. സാക്ഷാ ചുടിക്കകത്ത് വീടുന്നത് പോലെ. എടി എന്തേലും ജോലിക്ക് പോകണ്ടേ? ഇപ്പോഴന്ന് എന്തെല്ലാം സാധ്യതയുണ്ട്. പ്രായമുള്ളവരെ നോക്കിയാലും ആൾക്കാരൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ഒരു വീട്ടിലെ ജോലി ചെയ്യാൻ ആളില്ല ഇല്ലെന്ന്. ഇവൻ ഒന്നും പോകുകയില്ല. രാവിലെ ഒരു മുണ്ട് കൊടുത്ത് കുത്തി 2 വീടിയായിട്ട് മുക്കി അവിടെ നിന്നിരിക്കുക. വലിയ സോഡാ കുപ്പിയുടെ പോലെ അങ്ങ് ഒരു പണിക്ക് പോകുക. എന്നാൽ നിന്റെ വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കുക. നീ പുറത്ത് പോയില്ലേ, അടുക്കളയുടെ അവിടെ വൃത്തിയായിട്ട് വൃത്തികേടല്ലേ, ആ തുണിയെല്ലാം ഒന്ന് വൃത്തിയാക്കുക. ആണ്ട കർട്ടനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്. ഇവിടുത്തെ അല്ല, അതാ കർട്ടൻ്റെ കാര്യമില്ല, ഞാനങ്ങ് ചൂണ്ടി പറഞ്ഞതേ ഉള്ളൂ. വൃത്തിയാക്കിക്കോ. യോഗം കഴിയുമ്പം അത് ഒന്ന് നന്നാകുന്ന നല്ലതല്ല. വഴക്കുണ്ടാവുക ഉള്ള കാര്യമായി പറയാൻ. അവനവന്റെ വീടും പരിസരമെങ്കിലും ഒന്ന് ഒരു പണിക്കും പോകുകയല്ല. അയ്യോ ജോലി ചെയ്യാത്തവൻ തിന്നരുതെന്നാ വേറെ പുസ്തകത്തിൽ. എന്നാലൊരുത്തം പറയാം നിങ്ങൾ ഉപദേശമാരെന്നാ ജോലി ചെയ്യുന്നത്. എടാ ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലേ? ഈ വചനമൊക്കെ ഇങ്ങനെ പറയണേ അധ്വാനിക്കാൻ നോക്കുവോ? ഈ പാട്ടിങ്ങനെ പാടണമെങ്കിൽ കാണാതെ പഠിക്കുക. അതൊക്കെ സമയം എടുത്താ. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക. നല്ല അധ്വാനമുണ്ട് ഞങ്ങൾക്ക്. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഉറക്കം വളച്ച് വീട്ടിൽ ചെന്നാലും വേറെ പുസ്തകം വായിച്ചും വെളുപ്പിനെയൊക്കെ ഇടുന്നൊരു നല്ല അധ്വാനമാണ്. അല്ല ഇങ്ങനെ വല്ലോ ഇവരൊക്കെ ഇരിക്കുക, തെറ്റിയാൽ അന്നേരം പിടികൂടാനിരിക്കുക. തന്നെയല്ല ചിലരിങ്ങനെ നോക്കിയിരിക്കുക എവിടാവുന്ന ഒരു ഉളുക്ക് വരുന്നെന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇത് വളരെ തിട്ടം വേണ്ടേ, അധ്വാനിക്കണ്ടേ? വചനത്തിലും ഉപദേശത്തിലും ഒക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ചില പറയുന്ന ഉപദേശമാർക്ക് ഒരു പണിയില്ലെന്ന് ചുമ്മാ പറയുന്നത്. പാട്ട് പഠിക്കണം, യോഗം ലീഡ് ചെയ്യണം, ഇല്ലേ, വചനം പഠിക്കണം, അതിന് തക്കതായ പുസ്തകങ്ങൾ കാണും. അതൊക്കെ ചിലപ്പോൾ നോക്കി നിന്നിരിക്കും, സമയം കണ്ടെത്തണം. അതിനിടയ്ക്ക് വിശ്വാസികളുടെ വീട്ടിൽ ചിലപ്പോൾ ചെന്ന് രോഗമോ പ്രയാസം ഉണ്ടേ പ്രാർത്ഥിക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എന്തെല്ലാം കാര്യമുണ്ട്. ചെല്ലു പറഞ്ഞ ഇന്നാളൊരു തള്ള പറയാ ഓ നിങ്ങൾക്ക് എന്നാ ജോലി, ഉളിയും കഴിഞ്ഞ് തുണി കൊടുത്തോണ്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഈ പന്നത്താള ചുമ്മാ തള്ള പറയാം ഒരു ജോലി ഇല്ലെന്ന്. എന്ത് അധ്വാനമാണെന്നറിയാം. ഇതൊക്കെ ഓർത്തിരിക്കണ്ടേ, പറയണ്ടേ? നിനക്ക് ഇങ്ങനെ വന്നെന്ന് പറയാവോ? നീ ഇങ്ങോട്ട് വന്ന് ഇതുപോലെ പറയാനാ ഞാൻ ഇന്ന് മുതൽ പറയുന്നുമില്ല. ഞാൻ നിർത്തി, നീ തന്നെ അങ്ങ് പറ. ഞാൻ പാടുന്നത് പോലെ പാടണം. കിളിമാസ് കളിയൊന്നും നടക്കുകയല്ല.
ഇതൊക്കെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പാട്ട് പാടുമെന്ന് 4ഉം 5ഉം പാട്ട് പാടും വെളുപ്പിനെ എഴുന്നേറ്റ്. ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും വെളുപ്പിനെ എഴുന്നേക്കും. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടുകാർ അവർ വീട്ടിൽ പലരുണ്ട്, ഭാര്യയുണ്ട്, മോനുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയും 2 പിള്ളേരും ഉണ്ട്. ആ കൊച്ചങ്ങടെ തള്ള അതുങ്ങളെ ഇട്ട് വെച്ച് പോയി. ഞാൻ പറഞ്ഞു കൊണ്ട് വാ നിർത്തിയേക്കാൻ പറഞ്ഞു. അതുങ്ങൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ വീട്ടു ജോലിയൊക്കെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ ഓർക്ക് നിമ്മ കുളിയും കഴിഞ്ഞ് വെച്ച് തുണി കൊടുത്ത് ഇങ്ങനെ ഇറങ്ങാന്നാണ്. അല്ല ചില ഊളമർത്താനം പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇവരോട് ചോദിച്ചു ഞാൻ വീട്ടിൽ വല്ലതും ചെയ്യുമോന്ന്. എല്ലാ ജോലിയും ചെയ്യും. രാഴ്ചാനാണ് ഞങ്ങൾക്ക് ചില ആഴ്ചകളിൽ ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഈ ആഴ്ച തരുന്നെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യും? തരിക. പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞു, ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞത്. പല പ്രാവശ്യവും തന്നിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ അവിടെ സഭയിൽ ഞായറാഴ്ച കഴിയുമ്പോൾ ദൈവമക്കൾക്ക് ഭക്ഷണമുണ്ട്. എല്ലാ കാര്യവും ഞാനിവിടെ ശ്രദ്ധിക്കും. വിളമ്പാനും നിൽക്കും, കൊടുക്കുകയും ചെയ്യും. എല്ലാവരും കഴിച്ചോന്ന് പോയി എല്ലാവരും പോയി അന്വേഷിക്കും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞേ ഞാൻ കഴിക്കുള്ളൂ. അല്ല ചാടി കയറി ഇരുന്നേച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കന്നിട്ടേക്ക് തരിക. എന്തിയാടാ ചിക്കൻ? ഞാൻ റവറൻ്റെ ആണെന്നും പറഞ്ഞ് ഉമ്മ ഇരുന്ന് കടിച്ചു പറിക്കുകയാന്നോ? നല്ല പ്രാഗൽഭ്യത്തോടാണ് ഇതൊക്കെ പറയുന്നത്. വെളുപ്പിനെ എഴുന്നേക്കും. എഴുന്നേറ്റ് വീട്ടുകാർ എഴുന്നേക്കുന്ന പിന്നെ ഞാൻ തന്നെ ഒരു സ്വോത്ര പ്രാർത്ഥനയുണ്ട് എനിക്ക്. അവരെഴുന്നേക്കുന്നതിന് മുന്നേ അത് 1 മണിക്കൂർ കാണും സ്വോത്ര പ്രാർത്ഥന. അല്ല ആരെയും ശല്യപ്പെടുത്തുകയല്ല. തിണ്ണേ പോയിരുന്ന് ആരും അറിയാതെ ഇങ്ങനെ പേരുകൾ പറഞ്ഞ് സ്വോത്രം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ആ കുടുംബ പ്രാർത്ഥന. ആരാ അവിടെ വർത്താനം പറയുന്നത്? ഫോൺ പിന്നെ അങ്ങനെ ചെയ്യും. എന്തുവാ പറയുന്നത്? അതിൽ ഓടി ഉരുണ്ട് വീടരുത് കേട്ടോ. അയ്യോ ഇതിന് നല്ല അധ്വാനമുണ്ടെന്ന്. കർത്താവിന്റെ വേലയ്ക്ക് അധ്വാനമുണ്ട്. പ്രാർത്ഥിക്കണ്ടേ? പോരാടി പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ ചിലര് ഒരു ജോലിയും ചെയ്യത്തില്ല. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടി കിടക്ക. അങ്ങനെ മടിയാ. നീ ഉറുമ്പിനെടുക്ക ചെല്ല്. ബുദ്ധി ഒന്ന് പഠിക്ക. ഉറുമ്പ് കണ്ടില്ലേ വേനൽക്കാലത്ത്? ഉറുമ്പിന് ഒന്നല്ല ഉറുമ്പ് അങ്ങോട്ട് ചെന്നിട്ട് വേറെ ഉറുമ്പിന് ചുംബനം കൊടുക്കുക. നീയോ ചുംബനം നേരം നിർത്തി ഇങ്ങനെ നിൽക്കുക. വേനൽക്കാലത്ത് സ്വരൂപിച്ച് വെച്ചിരിക്കുക. പണ്ടൊക്കെ പഴയ അമ്മമാരങ്ങനെ നല്ല വേനലൊക്കെ ഉള്ളപ്പോൾ പൊത്താനും എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കും. മഴക്കാലം പിടിക്കുമ്പോൾ ചിലപ്പോൾ അടച്ചു പിടിച്ച് മഴയാന്ന് കിട്ടുകയില്ല. അന്നേരം കത്തിക്കും. അന്നേരം ചില പെണ്ണുങ്ങളുണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറി നുണയും കൊതിയും പറഞ്ഞു മഴ അമ്മാമ്മ 2 ചുള്ളി തരാമോ? അടുപ്പ വെക്കുന്ന ചുള്ളിക്ക് ഒരു കുത്തണം. ചെയ്യണ്ടേ? അല്ലെങ്കിൽ ദൈവദാസന്മാരോടും ദൈവമക്കളോടും അവസരവും ആരോഗ്യമൊക്കെ ദൈവം തരുമ്പോൾ ദൈവസന്നിധി ഇരിക്കണ്ടേ? ദൈവം നിനക്ക് അവസരം തരുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിക്കണം. മടി, അലസത, ഉദാസീനത, ഉറങ്ങണം. ഇത് കണ്ടമാനം അങ്ങ് അത് വീട്ടിൽ കിടന്ന് അങ്ങ് എപ്പോഴും ഉറക്കുക. യോഗത്തിനും വന്ന് ഉറക്കം. എന്തോ ഉറക്കോ? പാടില്ല. ഉറങ്ങണം. അത് അത്യാവശ്യമാണ്. മടിയും അലസതയും വന്നാൽ വേലി പൊളിയും, ശത്രു അകത്ത് കയറും. അങ്ങനെ സിംഹമീതനകത്ത് കയറി ചെന്നപ്പോൾ ചാടി മുന്നോട്ട് വന്നു. അവൻ ആത്മാവിൽ അതിനെ കീറിക്കളഞ്ഞു. ആരംഭം വളരെ നല്ലതാ, പക്ഷേ അവസാനം വളരെ ദുരിതമായി. എന്റെ കേൾക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ഞാൻ വേഗത്ത് നിർത്തുക. പാപ്പച്ചായൻ പറഞ്ഞ സമയത്ത് കൃത്യം നിർത്തുകയല്ല. പാപ്പച്ചായൻ 10 എന്നാ പറഞ്ഞ. 10 വേണ്ട, 10 നിർത്തുക. വാച്ച് പിടിച്ചോ, 10 നിർത്തുക. എന്തിനാ 10? പിടിച്ചു, 10 നിർത്തുക. അധികം വിരുത്തിയിട്ടും വലിയ കാര്യമില്ല. ആരംഭത്തെക്കാൾ അവസാനം വളരെ നല്ലത്. 2 വ്യക്തികളെ ഒന്ന് പരാമർശിക്കും. ഒത്തിരി പേരുണ്ട് ഇപ്പം 2. അതിലൊന്ന് നമുക്കറിയാമല്ലോ, യോസഫ. ആരംഭത്തെക്കാൾ അവസാനം വളരെ നല്ലതായിരുന്നു. യോസഫിന്റെ ആരംഭം നിങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. എന്തോ ദുരിതമായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. അമ്മയില്ലാതെ വളർന്ന ചെറുക്കനാ. 8-9 വയസ്സായപ്പോൾ പെറ്റതള്ള മരിച്ചു. പെറ്റതള്ള ഇല്ലാത്തവരോട് ചോദിക്കണം ദുഃഖം വല്ലതും ഉണ്ടോ എന്ന്. അന്നേരം ഇപ്പോഴത്തെ കുറേ അവന്മാർ നിങ്ങൾ എന്നോ ചെയ്തെന്ന് തള്ളയോട് നീ അടിപേടിക്കും കേട്ടോ. നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച് വേദനയോടെ പ്രസവിച്ച പെറ്റതള്ളക്കെതിരെ നീ വിരൽ ചൂണ്ടി നിങ്ങൾ എന്നാ ചെയ്തെന്ന്. നിന്നെ പെറ്റില്ലയോടാ? അതോ നിന്നെ കക്കി കിട്ടതാണോ? മിണ്ടുന്നില്ല. എന്നാ വേണ്ട? അവൻ ചോദിക്കുക നിങ്ങൾ എന്നാ ചെയ്തെന്ന് പെറ്റതള്ളയോട്. എൻ്റെ തള്ളമാരെ നിങ്ങളേലും ഒന്ന് സഹായിക്കും. അതുങ്ങളിരുന്ന് ആടുക പാടുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് ബലം. നിന്റെ അപ്പനും അമ്മയും വൃദ്ധരായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കരുത്, അവരെ ദൂഷിക്കരുത്. അപ്പനെ അമ്മയും
ചില പിള്ളേർ നിങ്ങൾ എന്തോ ഉണ്ടാക്കിയെന്ന്. യോ എടാ, ഒന്നുമില്ലേ, നിന്നെ 10 മാസം നോന്ത് പ്രസവിച്ചില്ലേ? നിനക്ക് 2 ദിവസമെങ്കിലും തള്ള മുലപ്പാല് തന്നില്ലേ? ആ കുടിച്ച പാലിന്റെ നന്ദി ഉണ്ടോടാ? ഞാൻ വല്ലതൊക്കെ വരുന്നു. അല്ല, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് രോഷമാണ്. നീ പടിഞ്ഞാറൻ കാറ്റടിച്ചപ്പോൾ അങ്ങ് വളർന്നതാണോ? കാറ്റടിച്ചപ്പോൾ ഇവൻ വളർന്ന് അല്ല. മാതാപിതാക്കളെ നിന്ദിക്കരുത്. എന്താ പറ്റി? ഇപ്പൊ നിർത്താം. മാതാപിതാക്കളെ നിന്ദിക്കരുത്, അവരെ പഠിക്കരുത്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അത് പാടില്ല. യോസേഫിന്റെ ചെറുപ്പത്തിൽ അമ്മ ഇല്ലാത്ത ദുഃഖം അത് അനുഭവിക്കുന്നവരോട് ചോദിക്കണം. പെറ്റതള്ള ഇല്ലാത്തതിന്റെ ദുഃഖം. ചിലർക്ക് പെറ്റതള്ള ഇഷ്ടമല്ല. പിന്നെ പെറ്റതള്ളമാരോടും പറയാം, കുറെ പ്രായം വായിച്ചാൽ ഒതുങ്ങണേ. ഞാൻ ചങ്ങാറമല മേരിയാന്നും പറഞ്ഞെടുത്ത് കുത്തിയിലും നടക്കരുത്. നമുക്ക് എന്നെ അറിയത്തില്ലടാ, ഇടിമറ്റു തങ്ക. മനസ്സിലായോ? കുറെ 60 കഴിഞ്ഞില്ലേ, ഒതുങ്ങ ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഈ യോസേഫിന് ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടതാണ്. മാത്രമാണോ സഹോദരന്മാരും എന്നെ ദ്വേഷിച്ചു. അവര് ശാന്തമായിട്ടൊന്നും സംസാരിച്ചില്ലെന്നാണ്, അധികം ദ്വേഷിച്ചെന്നാണ്. മാത്രമാണോ അവസാനം ഇവനെ എല്ലാവരും കൂടി എന്ത് ദോഷം ഒപ്പിച്ചു. ചേട്ടന്മാരുടെ ക്ഷേമം അറിയിക്കാൻ പോയതാ. പിടിച്ച് ഉടുതുണി പറിച്ചെടുത്ത് വെച്ച് പൊട്ടക്കണറ്റ് കേട്ടു. അവിടുന്ന് പിന്നെ വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റു. അടിമപ്പയ്യനായി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഒരു കാര്യം പറയാം, കാരാഗൃഹത്തിൽ കിടന്നു, വീട്ടിൽ പ്രശ്നമുണ്ടായി. ഏതാ? അടിമപ്പയ്യനായിട്ട് ചെന്നത്. അവിടെ എല്ലാം പ്രശ്നമാണ്. ആരംഭമൊക്കെ വളരെ ദുരിതമായിരുന്നു, പക്ഷേ അവസാനം വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി ആരംഭത്തിൽ വളരെ ദുരിതം അനുഭവിക്കുന്നവർ കാണും, കഷ്ടങ്ങളിൽ കൂടി പോകുന്നവർ കാണും, മനപ്രയാസം അനുഭവിക്കുന്നവർ കാണും. ആമൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കാണും. ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. നീ ആമൻ സ്വത്ര വിശ്വസ്തയോടെ നിൽക്ക്. നിന്റെ അവസാനത്തെ ഏറ്റവും നല്ലതാക്കും. എന്തോ അവസാനം? ഒത്തിരി കാര്യം പറയാനുണ്ട് മോനെ. ഒരു വാക്യം വായിച്ച അവസാനം എങ്ങനെ ആയിരുന്നുണ്ട്? 41 അധ്യായത്തിന് 41 മുതൽ വായിച്ചേ മോനെ, പെട്ടെന്ന് വായിര്. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കി. അയ്യോ, സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ പറവാൻ പറയാ, യോസേഫേ നിന്നെ മിസ്രയീം ദേശത്തിനല്ല ഞാൻ മേലധികാരിയാക്കി. പിന്നെ എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി. ചുമ്മാ നീ ജമ്പുമോതിരം ഒന്നുമല്ല, ചെമ്പല്ലെന്ന്. നാളൊരു തള്ളയെ കണ്ട് അലോമിനിയം വളച്ചിട്ടിരിക്കുക. എന്നാലും അങ്ങ് കിട്ടാനങ്ങ് സ്വർണ്ണമൊന്നുമല്ല, അലോമിനിയം ഉള്ളതാട്ടോ. ഇത് മുദ്രാമോതിരം. മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈ കിട്ടു. അടുത്തത് അവന്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അയ്യോ, ചേട്ടന്മാര് തുണി ഊരി എടുത്തതാ. പക്ഷെ ഇപ്പൊ കണ്ടോ, പിന്നെ ഒരു സ്വർണ്ണ സരപ്പള്ളിയും ഇട്ടു. അടുത്ത വാക്യം, തന്റെ 2ാം രഥത്തിൽ അവനെ കയറ്റി. അവസാനം ഏറ്റവും നല്ലതായി വരുവാ. 2ാം രഥത്തിൽ കയറ്റി. പിന്നെ മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. അതിലും വിചിത്രം. മുട്ടുകുത്താൻ പറഞ്ഞ സകലയുണ്ടോ? പറവൻ പറഞ്ഞൊരു കാര്യം, എടാ നിന്നോട് ചോദിക്കാതെ ഒറ്റ ഒരുത്തൻ കയ്യോ കാലോ ഇവിടെ വായിച്ചാ മതി. അടുത്ത വാക്യത്തിലുണ്ട്. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. അടുത്ത വാക്യം. പിന്നെ ഫറവോൻ യോസേഫിനോട് പറയാം, ഞാൻ ഫറവോനാകുന്നു, എന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനും. ഒന്നുകൂടെ വായിച്ചാ മോനെ, ഞാൻ ഫറവോനാകുന്നു, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും ഈജിപ്ത് രാജ്യത്തിൽ യാതൊരുത്തനും ഒറ്റൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല. അതിന് ഞാൻ ഇങ്ങനെ പറയാം. ഈ പണ്ടേ അപമാനക്കുറ്റം പറഞ്ഞൊരു തള്ളച്ചി ഉണ്ടായിരുന്നു. തള്ളയുടെ കയ്യിൽ ഇതുപോലൊരു ഷാളും ഉണ്ട്. തള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വീശി കാണിക്കും. അത് കണ്ടുകൊണ്ട് ഉടനെ കുറെ ഒരു പണിയില്ലാത്ത മുമ്പേ പറഞ്ഞവന്മാരുടനെ, ഹായ് അമ്മാമ്മ, ഇത് മറ്റേ പുള്ളിയുടേതല്ലേ? ഉടനെ അമ്മാമ്മ, അതെ. ഇടയ്ക്കിടയ്ക്ക് തള്ള ദൈവന്തപുരാൻ ഇവനെ ഉയർത്തിയിട്ട് പറയുക, നിന്റെ അനുവാദമില്ലാതെ ഒറ്റ ഒരുത്തൻ. യോസേഫിന് അങ്ങോട്ട് സ്ഥാനം കൊടുത്തപ്പോ തള്ള പയ്യ ഷാളെടുത്ത് തള്ള അനക്കരുതെന്ന് പറഞ്ഞതിന്റെ പിഴല് നിർത്തി. അതോടെ
കയ്യോ കാലോ അനക്കത്തില്ല. പിന്നെ കയ്യോ കാലം അനക്കുകയില്ല എന്ന് പറഞ്ഞു. ആ. ഫറവോൻ യോസേഫിന് സാത്നത്ത് പനേഹ് എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിച്ചേ, ആരംഭം വളരെ ദുരിതമായിരുന്നു, വളരെ പ്രയാസമായിരുന്നു, പക്ഷേ അവസാനം ഏറ്റവും മെച്ചമാക്കി. ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ അവസാനം ഇത്ര നല്ലതാകാൻ കാരണം എന്നാ? യോസേഫിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ കാരണം ഒത്തിരി പറയാനുണ്ട്. രണ്ട് കാര്യം പറയാം നല്ലതാകാൻ കാര്യം. മോനെ 39 ഒന്ന് വായിച്ചേ. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിന്റെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്നൊരു ആ വീട്ടിൽ അടിമ പയ്യനായിട്ട് കൊണ്ടുവന്ന 2-ാം വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവസാനം നന്നായത്. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ അവസാനം നല്ലതാണ്. അല്ല, ദൈവം നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ നീ പ്രമാണത്തിൽ നിൽക്കണം. ചുമ്മാനൊന്നും ദൈവം പാട്ടൊക്കെ പാടും, എന്റെ ദൈവം എല്ലാ നാളും പാട്ട്. യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അത് എഴുതിയിരിക്കുക. മാത്രമല്ല മറ്റുള്ളവർക്കും മനസ്സിലായി ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. അടുത്ത വാക്യം വായിക്കും. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അവർക്ക് മനസ്സിലായി ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഒന്ന്, ഇവന്റെ കൂടെ ദൈവമുണ്ട്, അത് അവനും അറിയാം, മറ്റുള്ളവർക്ക് മനസ്സിലായി ഇവന്റെ കൂടെ ദൈവമുണ്ട്. 21-ാം വാക്യം വായിച്ചേ. 21. അവർക്ക് എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കൂടെ എഴുതിയിരിക്കുക ദൈവം യോസേഫിന്റെ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നന്നാകണമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കണം. വിവരിക്കാൻ നേരമില്ല കേട്ടോ. ദൈവം കൂടെ ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. മാത്രമാണോ ഈ അടിമപ്പയ്യനായിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ദോഷം ചെയ്യാനായിട്ട് സ്ത്രീ യോസേഫിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പ്രവർത്തിക്കകത്ത് ചെന്നപ്പോൾ വസ്ത്രത്തിൽ പിടിച്ചു. അവൻ വസ്ത്രമിട്ട് ഓടിപ്പോയി. അപ്പോൾ ഈ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം, ഞാൻ യഹോവയോട് പാപം ചെയ്യത്തില്ല. അങ്ങനല്ലേ മോനെ? അങ്ങനെ എഴുതിയേക്കണം. വായിക്കും മോനെ. അതിന് അവൻ സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാൻ അറിയുന്നില്ല. പിന്നെ തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല. ഈ വീട്ടിൽ എന്നെക്കാളും വലിയവനാരും. നീ അവന്റെ ഭാര്യയാകാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് പാപം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുക, ഈ സ്ത്രീയെ പാപം ചെയ്യാൻ ഇവനെ പ്രേരണ കൊടുത്ത് നിർബന്ധിച്ചപ്പം ഇവനെ പറഞ്ഞത്, മാമ വല്ലവരും കാണുമെന്നാണോ പറഞ്ഞു? അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. തല CCTV ഉണ്ടോ? അതാണോ പറഞ്ഞു? പോതല്ലേ ഇല്ല, പട്ടാളക്കാരും കൊട്ടാരത്തിലല്ലേ? അങ്ങനെയൊന്നും അല്ല പറഞ്ഞു. യോസേഫ് പറഞ്ഞത് ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുമേ ഉള്ളൂ. പക്ഷേ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലിപ്പോ ആരുമില്ല, മുറിക്കകത്തും ആരുമില്ല, ഇവിടെ ഒന്നും ആരുമില്ല, ആരും കേറത്തുമില്ല, ഫോട്ടോയും മൊബൈലും ഒന്നുമില്ല. പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. പലരും പാപം ചെയ്യാതിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ദൈവഭയത്തോടൊന്നും അല്ല. വല്ലവരും കാണും, അറിഞ്ഞ മോശമാ സെൻ്ററങ്ങാനും അറിഞ്ഞ നല്ല സഭ പോലും വീട്ടുകാരും എന്തുവാ ഒന്നും അറിയാൻ മേല ആർക്കും. അല്ല, പച്ചപ്പരമാർത്ഥികളല്ല ഇന്ന് ഇവിടെ തന്നെ ചങ്ങാറമല്ലേ കൂടിയല്ലോ. യോസേഫ് കൃതാർത്ഥനായി അങ്ങനെ 39 ഒന്നുകൂടെ വായിച്ച മോനെ. എന്നാൽ യോസേഫിനെ 2-ാം വാക്യം വായിച്ചു. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ദൈവമക്കളോട് ഒരു ദൂത് പറയാം, യോസേഫിനോട് കൂടെ ദൈവം, അവൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വ്യാഖ്യാനം, നല്ല സംതൃപ്തിയാ, നല്ല തൃപ്തിയാ. കൃതാർത്ഥനായി. അന്തരീക്ഷം നോക്കണേ, സാഹചര്യം നോക്കണം. എങ്ങനാ? അടിമയാ. 2 വിറ്റതാ. 3 അപ്പനും അമ്മയും ഒന്നും കൂടില്ല, സഹോദരങ്ങളും എതിരാ, എല്ലാം പ്രതികൂലമാണ്. പക്ഷെ ആ സമയത്ത് കൃതാർത്ഥന. നമുക്കിതെല്ലാം ഉണ്ടായിട്ട് ഒരു സന്തോഷമില്ലല്ലോ.
അപ്പനുണ്ട്, അമ്മയുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, വസ്ത്രമുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം. എന്നിട്ട് മോന്ത ഇരിക്കുന്ന കണ്ടോ? ആ ഒരു തൃപ്തി ഒന്നുമില്ല ഇരിക്കുന്ന ഞാൻ കണ്ടു. പലതിൻ്റെ മുഖം അങ്ങനെയാണ്. പക്ഷെ യോസേഫിനെ ഒന്ന് നോയിക്കേ. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, അടിമപ്പയ്യനായിട്ട് കിടക്കുന്നു, വീട്ടുജോലി ചെയ്യുക, എല്ലാം പ്രതികൂലമാണ്. പക്ഷെ പുള്ളി കൃതാർത്ഥനാ. കാരണം എന്നാണെന്നറിയാമോ? ദൈവം കൂടെയുണ്ട്. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ അവസാനം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആരംഭത്തേക്കാൾ അവസാനം രണ്ട് കാര്യമാണ് നന്നാകാൻ. ഒന്ന് സ്തോത്രം, ഒന്ന് അവിടെ വായിക്കുക ദൈവം കൂടെ ഉണ്ടായിരുന്നു. രണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. അതുകൊണ്ട് അവസാനം ഏറ്റവും നന്നായി. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആരംഭം വളരെ പ്രയാസമായിരുന്നു. സ്തെഫാനോസിനെ കൊല്ലാൻ പോയവൻ്റെ പത്രമൊക്കെ സൂക്ഷിച്ചു കൊന്നത് ഇഷ്ടപ്പെട്ടു, ആകെ പ്രശ്നമായി. ഈ മാർഗ്ഗക്കാരെ കൊല്ലാൻ നടന്നു, യെരൂശലേമിൽ ചെന്ന് അധികാരപത്രം എന്തെല്ലാം വൈതരണി ഒപ്പിച്ചു. പക്ഷേ അവസാനം നല്ലതായിരുന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞേ, എന്നെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തെറ്റിച്ചെന്നല്ല, ഓട്ടം തികച്ചെന്ന. അതാണ്, തെറ്റിച്ചെന്നല്ല, ഓട്ടം തികച്ചു. ഈ പാട്ട നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൊടുക്കും. അവസാനം ഏറ്റവും നല്ലതാണ്. പുതിയ നിയമത്തിലെ പൗലോസിന്റെ ശൗലിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ അതിന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. രണ്ട് കാര്യം. യോസേഫിന്റെ അവസാനം നല്ലതാകാൻ രണ്ട് കാര്യം. ഒന്ന്, ദൈവം കൂടെ ഇരുന്നു. രണ്ട്, ദൈവത്തോട് പാപം. അതാ രണ്ട് കാര്യം. പുതിയ നിയമത്തിൽ ശൗലിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ രണ്ട് കാര്യം. അതിന് രണ്ട് കാര്യം മതി. രണ്ടെന്നുള്ളൊരു നല്ല കണക്കല്ലേ? രണ്ട് കാര്യം. രണ്ട് വാക്യം വായിക്കണം, അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. അപ്പോസ്തല പ്രവൃത്തി 26:19 വായിരേ, പെട്ടെന്ന് വായിച്ചോ, പോണം. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാം. അവസാനം നന്നായത്. ഞാൻ സ്വർഗീയ ദർശനത്തിന് ഡമസ്കസിന്റെ പടിക്ക വെച്ചാ ഞാൻ യേശുവിനെ കണ്ടത്. ഈ മാർഗക്കാരെ കൊന്നു മുടിച്ചു കളയുവാൻ അധികാരപത്രം വാങ്ങി വാശിയോടെ വന്നപ്പോൾ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം എന്ന് പറഞ്ഞ് യേശുവിനെ കണ്ടു. ഒരു ധ്യാനഗ്രന്ഥത്തിൽ പറഞ്ഞല്ലോ, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. യേശുവിനെ കണ്ടു, യേശുവിന്റെ വചനം കേട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. തീർന്നില്ല, സ്നാനപ്പെട്ടു. അനുസരണക്കേടൊന്നും കാണിച്ചില്ല. മാത്രമാണോ, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാൻ അന്യഭാഷ പറയുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ രക്ഷാനിർണയവും പ്രാപിച്ചു, അവൻ സ്നാനപ്പെടുകയും ചെയ്തു, അഭിഷേകവും പ്രാപിച്ചു, കർക്കശമായി വേർപാട് ഉപദേശവും പറഞ്ഞ് ഇങ്ങനെയൊക്കെയായിരുന്നു പുള്ളിയുടെ അവസാനം. ഓട്ടവും തികച്ചു. അങ്ങനെയൊക്കെ നല്ല ഔന്ത്യം വരാൻ കാര്യം ഇതാ, സ്വർഗീയ ദർശനത്തിന് നീ അനുസരണക്കേട് കാണിക്കരുത്. രാത്രി ദൈവത്തിന്റെ വചനത്തെ നീ അനുസരിക്കണം. നീ ദൈവവചനം അനുസരിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ, വചനം അനുസരിച്ചാൽ, അനുസരണക്കേട് കാണിക്കാതിരുന്നാൽ എനിക്ക് നിങ്ങൾക്കും നല്ലൊരു അവസാനം കിട്ടും. നല്ല അവസാനം കിട്ടാൻ രണ്ടാമത്തെ കാര്യം വായിച്ചോ മോനെ, നിർത്തുക. ഒന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 23:1 പെട്ടെന്ന് വായിര്. ഒത്തിരി കൊണ്ട് പറയാൻ, ഇത് മതി. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസ്സാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. അത് മതി. നല്ല അവസാനം കിട്ടണമെങ്കിൽ ഒരു നല്ല മനസാക്ഷി വേണം. മനസ്സിലായോ? ഇത് ചുമ്മാ ഒരു മനസാക്ഷിയില്ല, ദയയില്ല. കാരണം അപ്പോ ഒരു നല്ല അന്ത്യം, ചുമ്മാ പട്ടിമോങ്ങും പോലിരുന്നു. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല, മരുമകളുമായിട്ട് കുസ്തി, അപ്പുറത്തുകാരുമായിട്ട് വഴക്ക്, അതിന് തർക്കം, ചേട്ടനും അനിയനും കൂടെ കുസ്തി, സഭയെ വന്ന് നുണയും കോതിയും തുന്നലും പരിപാടി, അവരുടെ കുറ്റവും ഇവരുടെ എല്ലാം പറഞ്ഞ് ഉള്ള കൊന്ത്രാക്കൊള്ളിയെല്ലാം ഒപ്പിച്ചേച്ച് യാത്ര ചെയ്തപ്പോ ഒരു നല്ല, പിന്നെ ഇവിടെ നല്ല മനസാക്ഷി വേണം. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും ആദരിക്കുവാനും ഒക്കെ നല്ല മനസാക്ഷി വേണ്ടേ? ഒരു ഭിക്ഷക്കാരൻ വന്നാൽ 10 രൂപ കൊടുക്കണ്ടേ? രാവിലെ ഒരുത്തൻ വീട്ടിൽ നടന്നു കയറിയാൽ ഉണ്ടെങ്കിൽ ഒരു കട്ടം കൊടുക്കണ്ടേ? വേണ്ടേ? ആരോട് പറയാം? നല്ല അവസാനം, ആരംഭത്തെക്കാൾ അവസാനം നന്നാകണമെങ്കിൽ നല്ല മനസാക്ഷി വേണം.
അതിന് പൗലോസ് പറഞ്ഞൊരു അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി ഈ ശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തിയല്ലേ, ആരംഭത്തെക്കാൾ അവസാനം നല്ലതാകും. എന്നെ കേൾക്കുന്ന ആരുടെ അവസാനം ദോഷമാകരുത്. കേൾക്കുന്ന സകല ആൾക്കാരുടെ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം ആരാന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാ. ആരംഭം നല്ലത് ഏതാ? തിരുജനനം. ആമേൻ. ജീവിതം അതും വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, മരണം അതും വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, അടക്കം അതും വളരെ മെച്ചപ്പെട്ടത്, ഉയർപ്പ് അതും ഏറ്റവും ശ്രേഷ്ഠം. മാത്രമാണോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അത് കഴിഞ്ഞോ മേളിലോട്ട് പോയി, അവിടെ ചെന്നിട്ടോ ഇനി തിരിച്ചു വരും, തിരിച്ചു വന്നിട്ടോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ നമുക്ക് ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തരും. ഇത് കഴിഞ്ഞോ പ്രതിഫലം എല്ലാം വാങ്ങി വേളി കടിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ 1000 ആണ്ട് വാഴ്ച എന്തോ അല്ല അവസാനമാണ്. അല്ല അവസാനം ഇല്ലല്ലോ. 1000 ആണ്ട് വാഴ്ച നമ്മളോട് ബന്ധപ്പെട്ട 1000 ആണ്ട് കഴിച്ചു. പിന്നെ യുഗമല്ലയോ. പൗലോസ് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിക്ക്. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതായി തീരുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. നിന്റെ വചനം പ്രമാണിക്കുവാൻ, നല്ല മനസാക്ഷിയോടെ ജീവിക്കുവാൻ, അവൻ അനുസരണക്കേട് കാണിക്കാതെ ജീവിക്കുവാൻ, എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് പ്രേമം ചെയ്യാതെ ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്ന ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി കർത്താവ് രക്ഷിക്കും. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം. CS മാത്യു എഴുതിയ പാട്ടിന്റെ ഒരു വരി പാടിയാൽ മതി. ചങ്ങാറമലക്കാർക്കൊക്കെ പാട്ട് അറിയാമല്ലോ. എനിക്ക് അത്ര തിട്ടമില്ല, എന്നാലും നിങ്ങൾ പാടി 2 വരി പാടി നമുക്ക് അങ്ങ് പിരിക്കാം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ അല്പദൂരം അതമേയം പാഴാക്കാതെ ഞാൻ നിന്നെ ഒരു നാളും കൈയടിച്ച് ചേർന്ന് കരുണാനിധേ ഞാൻ നിന്നെ ഒരു നാളും കരുണാനിധേ എങ്കാരം പിടിച്ചാനു മരുഭൂമിൽ നടന്നവൻ ഒരു നാളും മറന്നില്ല. എങ്കാരം പിടിച്ചാനു മരുഭൂമിൽ നടന്നവൻ ഉരഞ്ഞവൻ ഒരു നാളും മറന്നില്ല. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ അല്പദൂരം മാത്രമേ. നിത്യ വീട്ടിലെത്താൻ അല്പദൂരം മാത്രമേ. സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ഞാൻ നിന്റെ ഒരു നാടും ആരാധനായി വീടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്റെ ഒരു നാടും ആരാധനായി വീടുകില്ലെന്നരുളിയ കരുണാനിധേ. എങ്കാരം പിടിച്ചാനു മരുഭൂമിൽ നടത്താമേ ഉരച്ചവൻ ഒരു നാടും മറക്കൂകില്ല.
എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ ദാസന്മാര്, ബഹുമാന്യ ദൈവമക്കൾ, എന്നെ ക്ഷണിച്ച പ്രിയ രായിച്ചാന്, കുടുംബാംഗങ്ങൾ, ചുമതലപ്പെട്ടവർ, എല്ലാവർക്കും നന്ദി. വാക്യം വായിച്ച ആടെ പേരെന്തുവാ? എബേസ്. പേര് പോലെ തന്നെ നല്ലത്, നന്നായിട്ട് വായിച്ചു, നല്ലതുപോലെ വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചിലയിടത്തൊക്കെ ചെന്ന് വായിച്ചാൽ ഞാൻ പറയുന്നതല്ല വായിക്കുന്നത്. നന്നായിട്ട് വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എല്ലാവരും കേട്ടിരുന്നല്ലോ, നന്ദി. നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ് നിൽക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടോ, 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും. തീരെ ആവശ്യമുള്ള അമ്മ അവിടെ ഇരുന്നു, അമ്മ ഉരുണ്ട് വീടരുത്, അവിടെ ഇരുന്നു. ആ കരങ്ങളൊന്ന് വീശി. സമാപന യോഗമല്ലേ? ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങൾ വീശി. നമ്മളെല്ലാം